Good evening, everyone. A welcome to all participants, faculty members, and our esteemed guest speaker to the second day of our online workshop on entrepreneurship as career opportunities, organized in association with the institution's Innovation Council and Department of Civil Engineering of Bishop Jerome Institute. After the insightful session we had on the first day, we are excited to continue our journey of learning and explanation into the world of entrepreneurship, an area that combines creativity, innovation, and leadership to shape the future. Today, we have the privilege of hosting Mr. Mohammed Sajin S. from the Archive School of Technical Education, who will be guiding us through today's session. Mr. Sajjan is well known for his dynamic approach to technical education and for inspiring young minds to think beyond traditional career paths. His experience and passion for nurturing innovation make him the perfect resource person to help us understand the vast opportunities entrepreneurship offers in today's evolving professional landscape. This workshop aims to ignite the spirit within each of us to encourage thinking that goes beyond seeking jobs and instead focuses on creating them. With the right mindset, skills, and determination, every idea has the potential to grow into something impactful. So, without further delay, let us extend a warm virtual welcome to Mr. Mohammed Sajjan S. and look forward to an engaging and enlightening session ahead. Thank you, and over to you, sir. Thank you, ma'am. Good evening, everyone. So, first of all, thank you to Bishop Jerome Institute for giving me such an opportunity in this vibrant topic. So, എല്ലാവരും നല്ലപോലെ ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ഫ്രൂട്ട്ഫുൾ സെഷൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എല്ലാവരും കേൾക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. സോ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? എനിവൺ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് സർ. ഓക്കെ, താങ്ക് യു. സോ എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഇപ്പം എല്ലാ ഇയറിലുള്ള സ്റ്റുഡൻസും ഈ ഒരു മീറ്റിംഗിലുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സോറി, ഞാൻ ട്രാവലിലായതുകൊണ്ട് തന്നെ വീഡിയോ ഓണാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. സോ സോറി. ഇതൊക്കെ ഞാൻ ഇനി ഭാവിയിൽ പറഞ്ഞുതരാം. ഈ ഓണ്ടർപ്രണർഷിപ്പിന്റെ ഓരോരോ പാർട്ടുകളാണ് ആക്ച്വലി ഈ ട്രാവലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിലേക്ക് നമുക്ക് വരാം. സോ ഐ വെൽക്കം യു ഓൾ ഫോർ ദി സെഷൻ. ശരിക്കും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആക്ച്വലി ഇതൊരു ഡിസ്കഷൻ തന്നെ ഞാൻ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ പ്രസന്റേഷൻ. സോ നമുക്ക് ആക്റ്റീവ്ലി ഡിസ്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെയും എന്റെയും ഒക്കെ മനസ്സിൽ, എല്ലാവരുടെയും ഒരുവിധപ്പെട്ട എല്ലാവരുടെയും മനസ്സിൽ ഉള്ളിലെങ്കിൽ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു വലിയ ഒരു പാർട്ടാണ് ആക്ച്വലി ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെ? അതുപോലെ നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങളും ഓരോ ഇന്നോവേഷൻസും ഉണ്ടാകാറുണ്ട്. സോ എങ്ങനെ ഈ ഇന്നോവേഷൻസിനെയും ഈ ഓണ്ടർപ്രണർഷിപ്പിനെയും ബ്ലെൻഡ് ചെയ്ത് നമുക്കൊരു ഫോർമുല കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട്
ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. ഐ അപ്രിഷിയേറ്റ് ദാറ്റ് ഇനിഷ്യേറ്റീവ് ഓൾസോ. ആൻഡ് ഞാൻ ശരിക്കും പറയാൻ പോണത് കേരളത്തിലെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ശരിക്കും കേരളത്തിലും ഇന്ത്യയിലും സ്റ്റാർട്ടപ്പുകൾക്ക് തരുന്ന സപ്പോർട്ടുകളും സ്റ്റാർട്ടപ്പുകൾ കയറി വരുന്നതും പലപ്പോഴും എന്താ പറയാ, പലരും കാണാതെ പോകുന്നൊരു കാര്യമാണ്. നമ്മളെപ്പോഴും നോക്കുന്നത് എന്താ, ഒരു സേഫ് എംപ്ലോയ്മെന്റ് ഇൻ അബ്രോഡ് കൺട്രീസ്. സേഫ് എംപ്ലോയ്മെന്റ് ഇൻ അബ്രോഡ് കൺട്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഈ മണി എക്സ്ചേഞ്ചും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കൂടുതൽ കിട്ടും, ഇവിടെ കുറവ് കിട്ടും, അങ്ങനെയുള്ള കമ്പാരിസൺസിലേക്കാണ് പോകുന്നത്. അതിന് പകരം നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെ നമുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ഫുൾ ആയിട്ടുള്ളൊരു ലിവിങ് സ്റ്റൈലിൽ നിന്ന് ശരിക്കും നമുക്ക് എത്രത്തോളം നമുക്ക് ഏൺ ചെയ്യാം, നമ്മുടെ ഓൺട്രപ്രണർഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, നല്ലൊരു ലെവറേജ് ചെയ്ത് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ശരിക്കും യൂത്തിന്റെ മാസീവ് ആയിട്ടുള്ള ഒരു പവറുള്ള രാജ്യമാണ്. അത് മാത്രമല്ല ഫിനാൻഷ്യലി ഓൾസോ വി ആർ ഹൈലി ഗ്രോയിങ്. സോ അങ്ങനെ ഒരു അങ്ങനെ ഒരു കൺട്രിയിൽ ശരിക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ടെക്കികൾക്കുണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുക, കറക്റ്റ് ചാനലിലേക്ക് പോവുക, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഗൈഡഡ് ആയി കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ യു ക്യാൻ ഹിറ്റ് ദ പോയിന്റ്. അതാണ് ആക്ച്വലി ഉള്ള കാര്യം. സോ ഇതില് ഓൺട്രപ്രണർ ആവാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? ചാറ്റ് ബോക്സിലും ഇട്ടോളൂ, കുഴപ്പമില്ല. ഓൺട്രപ്രണർ ആവാൻ താല്പര്യമുള്ളവര് ചാറ്റ് ബോക്സിലായാലും ഇട്ടാൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരിക്കണം ഒരു ഓൺട്രപ്രണർഷിപ്പ്, അല്ലെങ്കിൽ എന്തായിരിക്കണം നമ്മളുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം എന്തായിരിക്കണം? നിങ്ങൾ ഈ കോവിഡിന്റെ ടൈമില് ഈ മാസ്ക് നമ്മളെല്ലാരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമ്മളെല്ലാരും നമ്മുടെ പ്രിവെൻഷൻ ഓഫ് കൊറോണയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രകാരവും ഒക്കെ കാരണം നമ്മൾ മാസ്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ മാസ്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എന്നാ ഉണ്ടായ കോവിഡിന്റെ കൂടെ ഉണ്ടായ സാധനമാണോ? ആണോ? അപ്പോഴാണോ മാസ്ക് എന്ന് പറഞ്ഞൊരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഉണ്ടായത്? ഒരു സാധനം ഉണ്ടായത് അപ്പോഴാണോ? ആണോ? കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ. സാർ കേൾക്കാം സാർ. ഓക്കെ താങ്ക് യു. സോ ദയവ് ഇത് എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേ. നമുക്കിതൊരു ഡിസ്കഷൻ അല്ലേ, അപ്പൊ എല്ലാവരും റെസ്പോണ്ട് ചെയ്തതിൽ മടിയൊന്നും വിചാരിക്കണ്ട. എന്നാ മടി വിചാരിക്കുന്നത്? ഒന്നും വിചാരിക്കണ്ട. നിങ്ങൾ നല്ലപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ. ഞാനും പൊട്ടത്തരം പറയാറുണ്ട്, നിങ്ങളും പൊട്ടത്തരം പറയാറുണ്ട്, നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പൊട്ടത്തരമായാലും നിങ്ങളുടെ അഭിപ്രായമായാലും എന്തായാലും തുറന്നു പറയാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് നമുക്ക് വേണ്ട ഒരു കാര്യം. നമുക്ക് ആ ഒരു ഫിയറും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. അപ്പൊ അതിനുള്ളൊരു പ്ലാറ്റ്ഫോമും കൂടി ആവട്ടെ ഈ ഒരു സെഷൻ. സോ ഓൺട്രപ്രണർ ആവാൻ താല്പര്യം ഉള്ള എത്ര പേരുണ്ട്? നിങ്ങൾ ഓൾറെഡി ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ചാറ്റ് ബോക്സ് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, കോവിഡിന്റെ കേസിൽ ആ മാസ്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആ സമയത്താണോ മാസ്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായത് എന്നാണ് എന്റെ ചോദ്യം. ആണോ? ആ സമയത്താണോ ഉണ്ടായത്? അല്ല, അതിന് മുന്നേ തന്നെ മാസ്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ എപ്പോഴാണ് ആ മാസ്കിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കിയത്? എപ്പോഴായിരുന്നു? ആ കോവിഡ് വന്ന ടൈമിലായിരുന്നു അല്ലേ? എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത്? ആ ഒരു പർട്ടിക്കുലർ സെക്ടർ അത്രയും ഒരു ലെവറേജ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അതൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിട്ട് അവതരിപ്പിച്ചപ്പോഴായിരുന്നു എന്താ ആ ഒരു സെക്ടർ അത്രയും വളർന്നത് അല്ലേ? സോ നിങ്ങള് ഓൺട്രപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ഉള്ള എല്ലാവരും ചിന്തിക്കേണ്ടത് എന്തെങ്കിലും ഒരു ഐഡിയ തുടങ്ങുക എന്നുള്ളതിലല്ല,
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെക്ടർ, ഒരു കമ്പനി നല്ല ബൂം ചെയ്തു, ആഹാ കൊള്ളാം, എന്നാൽ ഞാനും അതിലേക്കൊന്ന് പിടിച്ചു കളയാം എന്നുള്ളതിലല്ല, മറിച്ച് ഇന്ന് നമ്മുടെ ഇടയിലോ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ ഒരു സാധനത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അതായിരിക്കും പിന്നെ ഇടം വലം നോക്കാണ്ട് അങ്ങ് കുതിച്ചു ചാടുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ പോകുന്നത്, അല്ലെങ്കിൽ സർവീസ് ആയിട്ട് മാറാൻ പോകുന്നത്. സോ എപ്പോഴായാലും നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്, നിങ്ങളൊരു ഓൺടർപ്രണർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്തായിരിക്കണം നിങ്ങളുടെ നീഷ് പ്രോഡക്റ്റ് ഓർ നീഷ് സർവീസ് എന്തായിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം നോക്കേണ്ട സാധനം, വെദർ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതാണൊരു നമ്മുടെ നീഷ് സർവീസ് അല്ലെങ്കിൽ നീഷ് പ്രോഡക്റ്റിലേക്ക് നമ്മൾ എത്തുന്നതിന്റെ ആദ്യത്തെ ഒരു കാര്യം. ഇനി അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഓൾറെഡി ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. അപ്പോ മറ്റ് കോമ്പറ്റീറ്റേഴ്സും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് വരേണ്ട കാര്യം എന്താ? USP എന്ന് പറയുന്ന ഒരു സാധനമാണ്, യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ. USP. ചില സാധനങ്ങൾ ഉണ്ടല്ലോ, ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ആപ്പാണ് ഒരു 95% ആ ഒരു ഫീൽഡില് എന്താ സർവീസ് കൊടുക്കുന്ന ഒരു സാധനം അല്ലേ. അപ്പൊ അവരെന്താ കണ്ടേ? അവരൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി, അവരത് കൊടുത്തു, അവരതില് യുനാനിമസ് ആയിട്ട് തന്നെ ആ ഒരു ഇൻഡസ്ട്രി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കുറെ അധികം പ്ലാറ്റ്ഫോംസും വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഏകദേശം 95%ഓളം ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ജെൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ കമ്പനി കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജെൻ റോബോട്ടിക്സ്. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ചോദ്യം ഒന്നും ചോദിക്കാൻ പോകുന്നില്ല കേട്ടോ. ഞാൻ ഇവിടെ ആരുടെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. ജെൻ റോബോട്ടിക്സ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ജെൻ റോബോട്ടിക്സ് കേട്ടിട്ടുണ്ട്. ഓക്കെ ഫൈൻ. കേട്ടിട്ടില്ല. കുറച്ചുപേര് കേട്ടിട്ടുണ്ട്, കുറച്ചുപേര് കേട്ടില്ല. ഫൈൻ. ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്നത് ശരിക്കും നമുക്കെല്ലാം വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്നത്. ജെൻ റോബോട്ടിക്സ് ഈ സെപ്റ്റിക് ടാങ്കുകളിലും മറ്റുമൊക്കെ ഇറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരിൽ പലരും ഈ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് വരുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റാറുണ്ട്, ഒരുപാട് ആക്സിഡന്റ്സ് പറ്റാറുണ്ട്, അവിടെ ഇറങ്ങുന്നവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, അത് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട്. ആ ഒരു പ്രോബ്ലം പെർസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഈവൻ ടെക്നോളജി അത്രത്തോളം വളർന്നിട്ട് പോലും എനിക്ക് തോന്നുന്നു അറൌണ്ട് ഒരു 6 or 8 years ബാക്ക് ആണ് ജെൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ആ കമ്പനി ലോഞ്ച് ചെയ്യുന്നത്. ജെൻ റോബോട്ടിക്സ് ഐഡന്റിഫൈ ചെയ്തത് ഈ സെപ്റ്റിക് ടാങ്കുകളിലും അത്തരം സ്ഥലങ്ങളിലും ഒക്കെ ഇറങ്ങുന്ന ഹ്യൂമൻസിന്റെ ആ ഒരു സേഫ്റ്റി, ആ ആക്സിഡൻസ് കുറയ്ക്കുക, അതിന്റെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് അവരുടെ തോട്ട് പ്രോസസ്. അതായിരുന്നു. അതിനുവേണ്ടി അവർ റോബോട്ടിക്സിന്റെ സഹായത്തോടു കൂടി ഇതിലേക്ക് ഇറങ്ങാനായിട്ട് റോബോട്ടുകളെ അവർ ക്രിയേറ്റ് ചെയ്തു. അതാണ് ബേസിക്കലി ജെൻ റോബോട്ടിക്സ്. നമ്മുടെ ട്രിവാൻഡ്രത്തെ ടെക്നോ പാർക്കിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഇന്ന് ഏകദേശം 80 കോടിയോളമാണ് അവരുടെ ടേൺ ഓവറിലേക്ക് വരിക. അങ്ങനെ ലിവറേജ് ചെയ്യാൻ സാധിച്ചത് എന്തുകൊണ്ടാ? അവരൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യേണ്ട, അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് അത്തരം മുകളിലേക്ക് അവർക്ക് കയറി പോകാൻ പറ്റിയത്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെക്കുന്ന കാര്യം. ഇഫ് യു വാണ്ട് ടു ബിക്കം എൻ ഓൺടർപ്രണർ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് അഡ്രസ് എ പ്രോബ്ലം. ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഓക്കെ, സോ അതിലേക്കാണ് നിങ്ങൾ ഇന്നോവേഷനെ ബ്ലെൻഡ് ചെയ്യേണ്ടത്. ഇന്നോവേഷൻസിനെ ബ്ലെൻഡ് ചെയ്യേണ്ടത് എപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ജസ്റ്റ് നിങ്ങളോട് ഇത് പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും കേരള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്താ പറയാ, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് എക്കോസിസ്റ്റം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് വെറുതെ നമ്പേഴ്സിൽ മാത്രം ഉള്ള കാര്യമില്ല. ഇപ്പൊ ഈവൻ IEDC ഉണ്ട്, ഇൻഡസ്ട്രി ഇന്ററാക്ഷൻ സെൽസ് ഉണ്ട്, എല്ലാ കോളേജിലുണ്ട്. IEDC എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏകദേശം 530-ലധികം കോളേജസിലെ IEDCs ഉണ്ട്. അപ്പോൾ ഈ സെല്ലുകൾ വഴിയൊക്കെ ഫ്രം കോളേജ് ഇറ്റ് സെൽഫ്, ഇപ്പോ കേരളത്തിലെ പുതിയ
സ്കില്ലിങ്ങിന്റെയും പുതിയ കുറച്ച് എന്താ പറയാ ഇൻഡസ്ട്രി ഇന്ററാക്ഷന്റെ ഒക്കെ ഭാഗമായിട്ട് സ്കൂളുകളിൽ ഉൾപ്പെടെ ഈ പറഞ്ഞതുപോലെ ഓണ്ടർപ്രണർഷിപ്പിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഫ്രം ദ റൂട്ട് ലെവൽ ഇറ്റ് സെൽഫ് വി ആർ ഗെറ്റിംഗ് ഗൈഡൻസ്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടാണ്. പക്ഷെ പലപ്പോഴും ആ ഗൈഡൻസ് കിട്ടേണ്ട ചാനലിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഒരു മെജോറിറ്റി സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏകദേശം 6500-ലധികം സ്റ്റാർട്ടപ്പുകളെയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, KSUM എന്ന് പറയുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 6500-ലധികം സ്റ്റാർട്ടപ്പുകളെയാണ്. ഇത് 2016 ഒരു 9 years ബാക്ക് വെച്ച് നോക്കുവാണെങ്കിൽ 20x 20 ഇരട്ടിയാണ്, 20 മടങ്ങാണ് ശരിക്കും ആ ഒരു വർധനം ഉണ്ടായിട്ടുള്ളത്. അതൊരു ട്രമൻഡസ് ഗ്രോത്ത് ആണ് ആക്ച്വലി. ഇതിന്റെ അകത്ത് വേറൊരു കാര്യം നമ്മൾ വളരെ അട്രാക്റ്റഡ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് 8000 കോടിയോളം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ സ്റ്റാർട്ടപ്പുകൾ വഴി തന്നെ, ഈ 6500 സ്റ്റാർട്ടപ്പുകൾ വഴി അവര് കളക്ട് ചെയ്തെടുത്ത ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അറൌണ്ട് 8000 crores. 8000 crores-ന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് പല രീതിയിൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ആസ് വെൽ ആസ് ഫ്രം ദ പ്രൈവറ്റ് സെക്ടർ കിട്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. ഇതിൽ ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റുകൾ മാത്രമല്ല, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ ഡയറക്ട്ലി കിട്ടിയിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. FDI എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. എല്ലാ സ്റ്റാർട്ടപ്പുകൾക്കും ഓരോ സെക്ടറിലും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കാൻ പറ്റുന്നതിന് ഒരു അളവുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ സ്റ്റാർട്ടപ്പുകൾക്ക് 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് അലോ ചെയ്തിരിക്കുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാല് 100% ഇൻവെസ്റ്റ്മെന്റും നമുക്ക് വേണമെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ക്രിയേറ്റിംഗ് എ വെൽനെസ് ഫോർ ഇൻഡിവിജ്വൽസ്. അവരൊരു സൊസൈറ്റിക്ക് വേണ്ടിയും നമ്മുടെ കൺട്രിയിലേക്കും എക്കണോമി ബിൽഡ് ചെയ്യാനും ഒക്കെ ഒരു ഫ്രണ്ട് റോയിൽ നിൽക്കുന്ന വാരിയേഴ്സ് ആണ് ആക്ച്വലി സ്റ്റാർട്ടപ്പ് ഓണേഴ്സ് അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഫിക്സഡ് എംപ്ലോയ്മെന്റ് എന്നുള്ള ലെവലിൽ നിന്ന് ഒരുപാട് പേര് മാറി ചിന്തിക്കുന്നതിന്റെ ഒരു ഫലമാണ് ആക്ച്വലി ഈ പറഞ്ഞതുപോലെ ഇത്ര അധികം 6500-ലധികം സ്റ്റാർട്ടപ്പുകൾ ഫോം ചെയ്യുന്നതിന്റെ ഒരു കാരണം. സോ അത്തരം ഒരു സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ട് നമ്മൾ എത്രത്തോളം അതിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക് ഡൗട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ പറഞ്ഞ 530ഓളം IEDCs വഴി, അത്രയും കോളേജസ് വഴി വരേണ്ട നമ്പർ ഓഫ് സ്റ്റാർട്ടപ്സ് ശരിക്കും 6500 അല്ല, അതിൽ കൂടുതൽ വരേണ്ടതാണ്. അതിനുള്ള പൊട്ടൻഷ്യൽസ് ഉള്ള ഒരു സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി ആണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്, കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ ഉള്ളതും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. സോ ആ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി, നിങ്ങളെ പോലുള്ള ടെക്കികളുടെ ആ സ്ട്രെങ്ത് അത്രത്തോളം സ്റ്റാർട്ടപ്പിലേക്ക് ഇനിയും എത്താനുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് സെന്റർ ആണ്, അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റ് ക്ലസ്റ്റർ ആണ് നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ ഉള്ളത്. അറൌണ്ട് 530+ IEDCs ഉണ്ട്. അതുപോലെ തന്നെ പല ആക്സലറേറ്റേഴ്സ് ഉണ്ട്, പല ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ പണ്ടൊക്കെ നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ ആദ്യം പോയി ഒരു ബിൽഡിംഗ് എടുക്കുന്നു. ആ ബിൽഡിംഗ് എടുത്തിട്ട് നമുക്ക് എന്തൊക്കെ സർവീസസ് ആണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സർവീസസ് ഫിക്സ് ചെയ്യുന്നു. ആ ഫിക്സ് ചെയ്ത സർവീസസിനനുസരിച്ച് എന്തെങ്കിലും ലൈസൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങുന്നു. കമ്പനി നമ്മൾ പരസ്യം കൊടുക്കുന്നു, നമ്മൾ കമ്പനി റൺ ചെയ്യുന്നു. ഇതായിരുന്നു ഒരു നോർമൽ സിനാരിയോ അല്ലെ? ഈ നോർമൽ സിനാരിയോയിൽ നിന്ന് ഒരുപാട് മാറി. ഇന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവന് സ്വന്തമായിട്ട് അല്ലെങ്കിൽ വാടകയ്ക്കോ ഒരു സ്ഥലം എടുക്കേണ്ട ആവശ്യം പോലും ഇന്നത്തെ കാലത്തില്ല. ആക്ച്വലി സ്റ്റാർട്ടപ്പ് മിഷൻ ഒരുപാട് കോവർക്കിംഗ് സ്പേസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇറ്റ് സെൽഫ് നിങ്ങൾക്ക് അഡ്രസ്സ് കിട്ടാൻ പറ്റുന്ന രീതിയിൽ, വിർച്വൽ അഡ്രസ്സ് കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും ഇൻഫ്രാ പാർക്കിലും ഒക്കെ നിങ്ങൾക്ക് വിർച്വൽ അഡ്രസ്സ് കിട്ടാൻ പറ്റുന്ന രീതിയിലും, അതുപോലെ തന്നെ കോവർക്കിംഗ് സ്പേസസ് കിട്ടാൻ പറ്റുന്ന രീതിയിലും, നിങ്ങൾക്ക് മീറ്റിംഗ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ മാത്രം അവിടെ പോയി വർക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു
വളരെ എന്താ പറയാ എഫിഷ്യന്റ് ആയിട്ടും കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടും ടൈം എഫിഷ്യന്റ് ആയിട്ടും ഒക്കെ റിസോഴ്സ് എഫിഷ്യന്റ് ആയിട്ടും ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വലിയ ഒരു സ്റ്റൈൽ ഓഫ് അല്ലെങ്കിൽ ഒരു വലിയൊരു പാറ്റേൺ നമുക്ക് ഇന്ന് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിൽ കാണാൻ പറ്റും. നിങ്ങൾ പുതുതായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെൻ റോബോട്ടിക്സിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ മറ്റൊരു ഇന്നോവേറ്റീവ് ഞാനിപ്പോ 2 ജസ്റ്റ് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഉണ്ട്. ഇപ്പോ സാറാ ബയോടെക് എന്ന് പറയുന്നത് കൊച്ചിയിൽ ഉള്ളൊരു ചെറിയ സ്റ്റാർട്ടപ്പ് ആയിരുന്നു. സാറാ ബയോടെക്കിന്റെ 2025-26 കാലയളവിൽ അവരുടെ എക്സ്പെക്ടഡ് ടേൺ ഓവർ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് 48 crores. 48 കോടിയിലധികമാണ് അവരുടെ ടേൺ ഓവർ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതും അവർ പറയുന്നത് ഇതിപ്പോഴും എന്താ പറയാ ഒരു സ്റ്റാർട്ടപ്പ് ലെവലിൽ തന്നെ നിന്നിട്ടുള്ള കളിയാണ്. ഇനി ഈ സ്റ്റാർട്ടപ്പിൽ അവരൊരു മെയിൻ സ്ട്രീം കമ്പനി ആയിട്ട് മാറുമ്പോ they can expect around 3 times turnover from today's value. ഇന്ന് നമുക്കാണെങ്കിൽ അവര് എന്തൊരു കമ്പനി മാറുന്നത് 3 മടങ്ങ് എങ്കിലും മിനിമം അവർക്ക് ആനുവൽ ടേൺ ഓവർ ആയിട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവരുടെ ഇന്നത്തെ ഗ്രോത്ത് സ്ട്രാറ്റജി വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് സിമിലർലി നേരത്തെ പറഞ്ഞു നമുക്ക് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. നമുക്കിപ്പം ഒരു ഐഡിയ ഉണ്ടെന്ന് വെച്ചോ. എനിക്കിപ്പോ ഒരു ഐഡിയ തോന്നിയിട്ട് ഈ ഐഡിയ ഞാൻ എന്ത് ചെയ്യും എന്ന് ചുമ്മാ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അപ്പുറത്തെ വീട്ടിലെ ശങ്കരന്റെ അടുത്തും രാമന്റെ അടുത്തൊന്നും ചോദിച്ച് സമയം കളയേണ്ട കാര്യമില്ല. ആ ഐഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പ് എൻഡ് ആയിട്ടുള്ള റിസർച്ചേഴ്സിനെ നിങ്ങൾക്ക് ഇന്ന് ഗൈഡൻസിന് വേണ്ടി കിട്ടും. ടോപ്പ് നോച്ച് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടും വളരെ തുച്ഛമായിട്ടുള്ള കാശ് കൊടുത്തിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോവർക്കിംഗ് സീറ്റ്സുകൾ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ 10,000+ കാണിച്ചിട്ടുള്ളൂ. അത് സർക്കാരിന്റെയും കൂടി ഒരു ഉടമസ്ഥതയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് 10,000 വരുന്നത്. അതല്ലാണ്ട് ഒരുപാട് പ്രൈവറ്റ് കോവർക്കിംഗ് സീറ്റുകളും സ്പേസസുകളും ഈവൻ ഇന്നിപ്പോ പല കോളേജുകളും ഇൻക്യുബേഷൻ സെന്റേഴ്സ് തുടങ്ങാറുണ്ട്. TBI എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻക്യുബേഷൻ സെന്റേഴ്സ് തുടങ്ങാറുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എക്കോസിസ്റ്റം വളർത്തിയെടുക്കാനുള്ള പ്രൊവിഷൻസും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും അവിടെ തരികയാണ്. അതുപോലെ സൂപ്പർ ഫാബ് ലാബില് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഫാബ് ലാബില്? ഉണ്ടോ? ഓക്കെ, വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കാലയളവിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഫാബ് ലാബ് എന്ന് പറയുന്നത്. ഫാബ്രിക്കേഷൻ ലാബ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്ത് പറയാൻ പറ്റും. ഈ ഫാബ്രിക്കേഷൻ ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാലേ ഒന്നുമില്ല. ഫാബ് ലാബ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് 3D പ്രിന്റിങ്ങിലൂടെയും മറ്റുമൊക്കെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിന്റെ ആ ഒരു പ്രോട്ടോടൈപ്പ്, ഒരു ചെറിയ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഫാബ് ലാബ് പോലെയുള്ള സ്ഥലങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് ഭയങ്കര നല്ലതാണെങ്കിൽ, നിങ്ങളെ ഐഡിയ പിച്ചിങ് ഭയങ്കര നല്ലതാണെങ്കിൽ, അതിനനുസരിച്ച് ഒരു പ്രോട്ടോടൈപ്പ് വേണമെങ്കിൽ ഈവൻ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് പോലും ഫാബ് ലാബിലുണ്ട്. ഓക്കെ, അപ്പം പണ്ടൊന്നും ഇതൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ഇതൊക്കെ അവൈലബിൾ ആയ സമയത്ത് ഈ കിട്ടിയ എന്താ പറയാ ഫാബ് ലാബിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പ്രോട്ടോടൈപ്പ് വെച്ചിട്ട് നമുക്ക് ഈസിലി നമ്മുടെ ഒരു ഇൻവെസ്റ്ററിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ടീമിന്റെ അടുത്തോ ഒക്കെ നമുക്ക് പോയിട്ട് നമ്മുടെ ഐഡിയ പിച്ച് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നേടിയെടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അല്ലെ, നമ്മൾ പറഞ്ഞാൽ മാത്രം പോരല്ലോ, ഈ സാധനം പ്രാക്ടിക്കലി പോസിബിൾ ആണ് എന്ന രീതിയിൽ കൊമേഴ്ഷ്യലൈസ് ചെയ്യാതെ ഒരു ചെറിയ പ്രോട്ടോടൈപ്പ് കാണിച്ചിട്ട് ഇതിനെ നമ്മൾ കൊമേഴ്ഷ്യലൈസ് ചെയ്താൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു എവിഡന്റ് ആയിട്ടുള്ള ഒരു സാധനം നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയാണ് ഈ പറഞ്ഞ ഫാബ് ലാബുകളൊക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പോ അത് എല്ലാവരും പോയി കാണുക കേട്ടോ. ഫാബ് ലാബ് ട്രിവാൻഡ്രത്തുണ്ട്, എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ അതെല്ലാവരും വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ശരിക്കും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഫാബ് ലാബ് എന്ന് പറയുന്നത്. ഒരു കാര്യം, നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളാണ് ഇതിന്റെ ഉള്ള എല്ലാവരും അല്ലെ. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഇറ്റ്സ് നോട്ട് അബൌട്ട് സിറ്റിംഗ് ഇൻ എ ക്ലാസ് റൂം.
ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കേണ്ട സാധനമല്ല എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പുറത്തേക്ക് ഇറങ്ങുക, ട്രാവൽ ചെയ്യുക, ഇതുമാതിരിയുള്ള സ്ഥലങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക, കൂടുതൽ ആൾക്കാരുമായിട്ട് സംസാരിക്കുക, കൂടുതൽ ആൾക്കാരുമായിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല് വേറെ ആരുടെയും ഗൈഡൻസ് ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു കരിയർ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പം സാധാരണ ഇപ്പോഴും കുറേയധികം ഒരു 70% എന്ന് വേണമെങ്കിൽ ഒരു നിയർ കണക്കിൽ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിൽ 70% കുട്ടികളും ഇപ്പോഴും കൺവെൻഷണൽ സ്റ്റൈല് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സി ബിടെക് കഴിയുന്നു, ബിടെക് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ കുറച്ചുപേര് PSC എഴുതാനായിട്ട് പോകുന്നു, കുറച്ചുപേര് ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നു, കുറച്ചുപേര് ഗേറ്റ് കോച്ചിങ്ങിന് പോകുന്നു. ഇതൊക്കെ പോകുന്ന എന്തിനാണ്? ഇവരൊരു ജോലിക്ക് വേണ്ടിയാണ്. എന്നാൽ ഇവരുടെ കരിയർ ലെവറേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ജോലിക്ക് വേണ്ടുന്ന സ്കിൽസ് എന്തൊക്കെയാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ആ സ്കിൽസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് നോക്കുന്നില്ല. ഇമ്പാർട്ട് ചെയ്തിട്ട് അതിനെ ഒരു ഓണ്ടർപ്രണർ സ്റ്റൈലിലേക്കോ ഒരു എംപ്ലോയ്മെന്റ് സ്റ്റൈലിലേക്കോ ഏതാണ് നിനക്ക് ബെറ്റർ എന്ന രീതിയിൽ സ്വയം റിയലൈസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം പോലും ഇന്ന് പല കുട്ടികളും ചിന്തിക്കുന്നില്ല. ചിന്തിക്കണമെങ്കിൽ അത് ചുമ്മാ ഇരുന്ന് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കരിക്കുലം കേൾക്കുന്നു, അത് നമ്മൾ KTUന്റെ എക്സാംസ് വരുമ്പോഴത്തേക്ക് അത് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുന്നു, നമ്മൾ കുറച്ച് മാർക്ക് കിട്ടുന്നു, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, എല്ലാം ഗുഡ്, അത് ഓക്കെയാണ്. പക്ഷെ അതുകൊണ്ട് എന്താണ് യൂസ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോക്കെ. അതുകൊണ്ട് മാത്രം എന്താണ് യൂസ് എന്നുള്ളത് ആലോചിച്ചോക്കെ. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കിടക്കുമ്പോൾ പലരും ബ്ലൈൻഡ് ആയിട്ട് നമ്മുടെ രാജ്യം തരുന്നില്ല, നമ്മുടെ ഇന്ത്യ തരുന്നില്ല എന്ന രീതിയിൽ പുറത്തേക്ക് പോകുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ അപ്രോച്ച് ടുവേർഡ്സ് എഞ്ചിനീയറിംഗിന്റെ ഒരു പ്രോബ്ലം ആണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇത് ഞാൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പിനെ ഒന്ന് കണക്ട് ചെയ്തപ്പോൾ പറഞ്ഞൊരു പോയിന്റ് ആണെന്ന് മാത്രം കരുതാം. ഓക്കെ, സോ if you move on to the government policies and government initiatives, ശരിക്കും പറഞ്ഞാൽ എല്ലാ സർക്കാരുകളും മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും കൂടുതൽ ഇമ്പോർട്ടൻസ് തരുന്ന ഒരു മേഖല തന്നെയാണ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ വളർത്തുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. സോ നമുക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ട ഇൻക്യുബേഷൻ കൊടുക്കാനും അതിന് ഫണ്ടിങ് കിട്ടാനും അതുപോലെ അതിന്റെ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ഫേമിന്റെ പോളിസീസ്, ആ ഒരു സ്റ്റാർട്ടപ്പിന്റെ പോളിസീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും അതിന്റെ ഫ്രെയിം വർക്ക്സ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഓണ്ടർപ്രണേഴ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് ഒരു ഗൈഡൻസ് ആയിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ പ്രയോറിറ്റൈസ്ഡ് ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വളർത്തുന്നതിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് പ്രൊക്യൂർമെന്റ് പോളിസി കൂടി ഉണ്ട്. FDI പോലെ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടാവുന്നത് പോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് പ്രൊക്യൂർമെന്റ് പോളിസീസ് ഗവൺമെന്റ്സിന് ഉൾപ്പെടെ കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ജെൻ റോബോട്ടിക്സ് സർക്കാരുമായിട്ട് കരാർ വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ PWDയുടെ ഒക്കെ മാൻഹോൾസും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നതിനും അതിന്റെ സർവീസസിനും ഒക്കെ വേണ്ടി ജെൻ റോബോട്ടിക്സിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ ഈ ഇടയ്ക്ക് ഒരു കുട്ടിയോ എനിക്ക് തോന്നുന്നു ഏതോ ഒരു തൊഴിലാളി ഇതുപോലെ ഒരു ആക്സിഡന്റ് പറ്റിയപ്പോഴും അവിടെയും ആദ്യം എത്തിയത് ജെൻ റോബോട്ടിക്സിന്റെ ടീമിനെയാണ് ഗവൺമെന്റ് വിളിച്ചത്. അപ്പൊ ഗവൺമെന്റ്സ് പഴയതുപോലെ എക്സ്പീരിയൻസ് നോക്കി ഒരു വർക്ക് കൊടുക്കുക എന്ന ഒരു ക്ലീശേ ലെവലിൽ നിന്ന് ഇന്നോവേഷൻ നോക്കി അവരിലേക്ക് എത്തിക്കുക എന്ന ഒരു പുതിയ സ്റ്റൈൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗവൺമെന്റ്സും മുന്നോട്ട് വെക്കുന്നുണ്ട്. സോ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് പോളിസീസ് നമുക്ക് ഗവൺമെന്റ് അതുപോലെ ഗവൺമെന്റ് ഡയറക്റ്റ്ലി സപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ടപ്പുകളെ എനേബിൾ ചെയ്യുന്ന പോളിസീസും ഒക്കെ നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി വരുന്നുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മാത്രമല്ല കേട്ടോ, ഇന്ത്യയിലും ഈ പറഞ്ഞതുപോലെ ഹോൾ ഈ എക്കോസിസ്റ്റത്തിന്റെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു സെക്ടറിൽ ഉൾപ്പെടെ ഇത്തരം ഡയറക്ട് പ്രൊക്യൂർമെന്റ് പോളിസീസ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു 2025-26 ബഡ്ജറ്റില് 517 കോടിയാണ്, കേരള ബഡ്ജറ്റിന്റെ കാര്യമാണ് പറയുന്നത്, 517 കോടിയാണ് IT സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രം കേരള സർക്കാർ നീക്കി വെച്ചിരിക്കുന്നു. 517 കോടി. ഇത് ഈ IT സെക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള സാധനം മാത്രം മനസ്സിൽ കാണരുത്. IT എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അപ്പുറത്തേക്കുണ്ട്.
അതിന്റെ അപ്പുറത്തേക്ക് വെച്ചപ്പം ഇതിൽ സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു നമ്മുടെ അൾട്രാടെക് എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ അല്ലെ, സിമെന്റും കാര്യങ്ങളൊക്കെ ഉള്ള അൾട്രാടെക് കമ്പനി കേട്ടിട്ടില്ലേ? അൾട്രാടെക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് അവരുടെ. അതായത് ഈ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കൊടുക്കുന്ന ഒരു ചാറ്റ് ബോട്ട് പോലത്തെ ഒരു ആപ്പാണ്. ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് അവിടെ എനിക്ക് ആ പ്ലാൻ കണ്ടിട്ട് എത്ര ലോഡ് സിമെന്റ് വേണം, എത്ര ലോഡ് പാറ വേണം എന്നൊക്കെ ഉള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം എന്തുണ്ട്, അവിടെ ഒരു ചാറ്റ് ബോട്ട് തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്യുറസി രണ്ടാമത്തെ കാര്യമാണ്. ഞാൻ പറഞ്ഞത് ആ ഒരു ഐഡിയ മാത്രമാണ്. അതിൽ ആക്യുറേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മെയിൻ സ്ട്രീം പ്രൊജക്ടിലേക്ക് അത് കൊണ്ടുവരുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ആ ഐഡിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് AI പ്ലാറ്റ്ഫോംസ്. നമുക്കിപ്പം ഈ പറഞ്ഞതുപോലെ എന്താ ഒരു നമ്മുടെ ഇപ്പോഴത്തെ വീടിന്റെ ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിനോവേറ്റഡ് മോഡൽസ് നമ്മൾ കൊടുക്കുന്ന കീവേഡ്സ് അനുസരിച്ചിട്ടും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ചിട്ടും പ്രോംപ്റ്റ് അനുസരിച്ചിട്ടും ഒക്കെ ഒരു റിനോവേറ്റഡ് മോഡലിൽ തിരിച്ചു വരുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിന്റെ പ്രൊഡക്റ്റ് മാത്രമല്ല, അതൊരു സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസൈനർ, ആർക്കിടെക്ട്, ആ ഒരു ഫീൽഡിൽ AEC ആർക്കിടെക്ട് എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിനെ കൊണ്ട് മാത്രമേ അതിന്റെ ബാക്ക് എൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ എവറി എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഹാസ് ഇറ്റ്സ് ഓൺ ഐഡന്റിറ്റി ആൻഡ് ഇറ്റ്സ് ഓൺ ഓപ്പർച്യൂണിറ്റീസ്. സോ അതുപോലെ തന്നെ 10 കോടി ഫിൻടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നോവേഷൻസിനും GPU ക്ലസ്റ്റേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട് ഈ ബഡ്ജറ്റില്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുറച്ച് സ്റ്റാർട്ടപ്പുകളാണ് നെവാൾ സോളാർ ബോട്ടുകളും അതുപോലെ മേക്കർ ലാബിന്റെ എഡ്യൂടെക് സംഭവങ്ങൾ. മേക്കർ ലാബ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ടീച്ചിങ് വളരെ എളുപ്പമാക്കി കൊച്ചുകുട്ടികൾക്ക് ഉൾപ്പെടെ ഒരു ടീച്ചർ ബോട്ടാണ് അവിടെ. എന്താ പറയുന്ന ഒരു റോബോട്ടാണ് ശരിക്കും അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ. ആ രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി മേക്കർ ലാബ്സ് എഡ്യൂടെക് എന്ന് പറയുന്നത്. അതുപോലെ നെവാൽ സോളാർ ബോട്ടുകളുണ്ട്, സോളാർ പവർഡ് ഫെറീസും കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ സോളാർ പവേർഡ് ആയിട്ടുള്ള സാധനം കൊണ്ടുവരുമ്പോ എന്തിനാ അവര് ഈ നെവാൾ സോളാർ ബോട്ട് എന്ന് പറഞ്ഞ ആ സാധനത്തിന് ഇത്രയും അധികം ഒരു ലെവറേജ് കിട്ടാൻ കാര്യം എന്താ? നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ആണ്. അവര് ഐഡന്റിഫൈ ചെയ്തത് ഇവിടെ ബോട്ടുകൾ അനവധി ഉണ്ട് അല്ലെ, പക്ഷെ അവർ ഐഡന്റിഫൈ ചെയ്ത് സോളാർ ബോട്ട് എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവന്നപ്പോ അവർ ഐഡന്റിഫൈ ചെയ്ത കാര്യം എന്താ? നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഈ ലോകം മൊത്തം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് അല്ലെ, കാർബൺ എമിഷൻസ് എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റും? അതിന് നമുക്ക് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിപ്പോ ഇലക്ട്രിക് വെഹിക്കിള് പണ്ട് ഒരു 4 or 5 years ബാക്ക് ഉണ്ടായ നമ്പർ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണോ നമ്മുടെ റോഡിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്? ഒരിക്കലും അല്ല അല്ലെ. സോ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്ന തൊട്ട് എന്തായിരുന്നു? അത് ശരിക്കും ഇൻട്രൊഡ്യൂസിങ് എ റിന്യൂവബിൾ എനർജി മോഡൽ ഇൻ ഓട്ടോമോട്ടീവ്. അതായിരുന്നു ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ആ സാധനം പോലെ തന്നെയാണ് ഈ സോളാർ ബോട്ടുകളും ഒക്കെ. കാർബൺ എമിഷൻസ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതുപോലെ റിന്യൂവബിൾ എനർജീസിനെ യൂസ് ചെയ്തിട്ട് എങ്ങനെ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടും നമ്മുടെ കാര്യങ്ങൾ എന്നാൽ പക്ക എഫിഷ്യന്റ് ആയിട്ട് നടന്നു പോകാൻ പറ്റുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ ഊന്നിക്കൊണ്ടുള്ള അത്തരം സ്റ്റാർട്ടപ്പുകൾ ലെവറേജ് ചെയ്യാനുള്ള കാര്യം അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈം ആയിട്ടുള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, ഇനി നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കോ. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഒരു വിഷനാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, നിങ്ങൾ സോഹോ എന്ന് പറഞ്ഞ കമ്പനി കേട്ടിട്ടുണ്ടോ? സോഹോ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട് ഉണ്ട്. ഓക്കെ, ആ സോഹോ എങ്ങനെയാണ്
എമേർജ് ചെയ്ത് വന്നെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. പക്ഷേ ഇനി ആ സോഹോന്റെ ഒരു വ്യാപ്തിയാണ് ഞാൻ പറയാൻ പോണത്. സോഹോ എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോം എപ്പോ വേണമെങ്കിലും ഗൂഗിളിനെ മറികടന്ന് ഗൂഗിളിന്റെ മുകളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ ആ ഒരു സ്റ്റാർട്ടപ്പ് ഗൂഗിൾ എന്ന് പറഞ്ഞ അത്രയും ഒരു ഭീമാകാരമായിട്ടുള്ള ഇൻഡസ്ട്രി ജയന്റിനെ മലത്തി അടിച്ച് മുകളിലേക്ക് കയറുക എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു കമ്പനിക്കും അതിന്റെ ഫൗണ്ടേഴ്സിനും ഒക്കെ ഉണ്ടായ ആ ഒരു വിഷന്റെ ഭാഗമാണ് അല്ലെ. അവരും ഈ പറഞ്ഞ പോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സർവീസസ് ആണ് അവരും കൊടുക്കുന്നതെങ്കിലും എക്സിസ്റ്റിംഗ് സിസ്റ്റത്തില് എന്തൊക്കെ പോരായ്മകൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ പോരായ്മകളെയും കൂടി എന്താ പറയാ അഡ്രസ് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് കൂടി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോ സോഹോ ലെവറേജ് ചെയ്തു. ക്ലിയർ ആയില്ലേ? സോഹോയിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസിന് അഡ്മിനിസ്ട്രേഷനിലായാലും മാർക്കറ്റിംഗിലായാലും ഏത് സെക്ടറിലായാലും നമുക്കൊരു സോഹോ എക്കോസിസ്റ്റം വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ഒരു പ്രോബ്ലത്തിന് ഐഡന്റിഫൈ ചെയ്ത് മുന്നോട്ട് പോവുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന റിപ്പീറ്റബിലിറ്റി നിങ്ങൾക്ക് അരോചകമാവല്ലേ, എന്നാലും ഞാനത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും പിന്നെയും പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ട്രിവാൻഡ്രം ആയാലും സൗത്ത് കേരള ശരിക്കും ഒരു ടെക് ഹബ്ബായിട്ട് മാറുന്നതിന്റെ ഒരു സൂചനകളൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ സോഹോന്റെ ഒരു വലിയ ഒരു ക്യാമ്പസ് ആക്ച്വലി കൊട്ടാരക്കരയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്കൊന്ന് ഓൾറെഡി അതിന്റെ എന്തോ ഇനോഗ്രേഷനോ സംതിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനോഗ്രേഷനിൽ എന്തോ ലൈക്ക് ഒരു ഒഫീഷ്യൽ മീറ്റ് ഇത് നടന്നിട്ടുണ്ട്. സോ അതുപോലെ കൂടുതൽ കൂടുതൽ ആൾക്കാർ, നിങ്ങൾക്കറിയോ അമേരിക്കൻ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള, വേൾഡിൽ തന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസസ് ആണ് അമേരിക്കൻ ഫിനാൻഷ്യൽ സർവീസ്. ആ ഫിനാൻഷ്യൽ സർവീസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽസിനെ അമേരിക്കയിൽ തന്നെ വലുതായിട്ട് കിട്ടാനില്ല. സോ അവരെന്താ ചെയ്തേ, ഇവിടെ ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്നത് ഫുൾ ഓഫ് യൂത്ത് ആണ് അല്ലെ. ഇന്ത്യയിലെ ഒരു കൂട്ടം ആൾക്കാരെ അവർ പഠിപ്പിക്കുകയും ഇന്ത്യയിലെ ഈ പറഞ്ഞ പോലെ ചാനൽസ് വഴി പഠിപ്പിക്കുകയും, ഇവിടെയാണല്ലോ കൂടുതൽ പേരുള്ളത്, അതുകൊണ്ട് ഇവരെ എല്ലാരെയും കൂടി അമേരിക്കയെ കൊണ്ടുപോകുന്നതിന് പകരം അമേരിക്കൻ കമ്പനീസ് പലതും ഇന്ന് കൊട്ടാരക്കരയിലും ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും ഒക്കെ ആയിട്ട് ധാരാളം ഫിനാൻഷ്യൽ സർവീസസ് വന്നിട്ടുണ്ട്. സോ പല രാജ്യങ്ങളും നമ്മുടെ സ്കില്ലിനെ, ഇന്ത്യൻസിന് പൊതുവേ ഉള്ള ആ ഒരു സ്കില്ലിനെ അപ്രിഷിയേറ്റ് ചെയ്തു അവരുടെ വർക്ക് ഫോഴ്സിലേക്ക് കയറ്റാനായിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം വി ആർ നോട്ട് അറ്റ് ഓൾ ബോധറിംഗ് അബൌട്ട് ദാറ്റ്. നമ്മൾ അതിലൊട്ടും ബോധേഡല്ല. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യുന്നത്. സോ നിങ്ങൾ ഏതാണോ ഇൻഡസ്ട്രി, നിങ്ങൾ ഏതാണോ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ എടുത്തിരിക്കുന്നത്, നിങ്ങളുടെ ഇൻഡസ്ട്രി ഏതാണോ ആ ഇൻഡസ്ട്രിയിലെ ഒരു ജെം പ്രൊഡക്റ്റ് ആവുക. ജെം പ്രൊഡക്റ്റ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടെക്നിക്കലി നിങ്ങൾ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നോൺ ടെക്നിക്കലി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓൺട്രപ്രണറിന് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിസിപ്ലിൻ ആൻഡ് നെറ്റ്വർക്കിംഗ്. ആ ഡിസിപ്ലിൻ ആൻഡ് നെറ്റ്വർക്കിംഗ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക. ഡിസിപ്ലിൻ ആൻഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റിട്ട് കുളിച്ച് കുറിയും തൊട്ട് കൈയൊക്കെ ഇവിടെ അറ്റം വരെയൊക്കെ ഇട്ട് ഇൻസേർട്ട് ചെയ്ത് അങ്ങനെ പോകുന്ന ഡിസിപ്ലിൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഡിസിപ്ലിൻ ടുവേർഡ്സ് യുവർ വിഷൻ. നിങ്ങളുടെ വിഷൻ എന്താണോ ആ വിഷന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാം. അല്ലാതെ എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു, 2 ദിവസം ഒരു തീ ഉണ്ടായിരുന്നു, ഒരു ഫയർ ഉണ്ടായിരുന്നു, 3ന്റെ അന്ന് വീണ്ടും കിടന്ന് ഉറങ്ങുന്ന ലെവലിലാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ആരും ഓൺടർപ്രണർ ആവാനായിട്ട് പോകരുത്. അതൊരു ലൈഫ് ടൈം ഡെഡിക്കേഷൻ ആവണം. എന്നാൽ മാത്രമേ ആ ഓൺടർപ്രണർഷിപ്പ് വലുതായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പോ നമ്മൾ സ്റ്റാർട്ടപ്പുകളുടെ വിജയകഥകളൊക്കെ ഞാനും കുറെ ഘോരഘോരം ഇപ്പൊ പറഞ്ഞു. ഇതിൽ നമ്മൾ അറിയപ്പെടാതെയും ഷട്ട് ഡൗൺ ആയി പോയതുമായിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പുകളും ഇന്നുണ്ട്. അതിലൊരു പഠനം നടത്തിയതിന്റെ പേരിൽ നമുക്ക് അറിയാൻ സാധിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പഠനം പ്രകാരം സ്റ്റാർട്ടപ്പുകൾ കൂടുതലും താഴോട്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പറ്റിയ കുഴപ്പം ഡീവിയേറ്റഡ് ഫ്രം ദെയർ വിഷൻ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഗ്യാതറിംഗ്. അപ്പൊ നമുക്ക് നല്ല രസമായിരിക്കും, ഒരു 100 കോടി ഇൻവെസ്റ്റ്മെന്റ് കിട്ടി,
നല്ല പിച്ചിങ് നടത്തി 100 കോടി ഇൻവെസ്റ്റ്മെന്റ് കിട്ടി. ഇനി ശരി, ഞാൻ നാളെ തൊട്ട് BMW പോത്തുള്ള ഓടിയിലെ പോകുള്ളൂ, ബെൻസിലെ പോകുള്ളൂ, എന്റെ ലൈഫ് സ്റ്റൈൽ മൊത്തം മാറി. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാനല്ല ആ ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത്. നമ്മളുടെ ആ വിഷനും നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ ഓണ്ടർപ്രൈസിനും വേണ്ടിയിട്ടാണ് ശരിക്കും ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റിനെ എങ്ങനെ ലെവറേജ് ചെയ്ത് അറൌണ്ട് ഒരു 25x റിട്ടേൺ എങ്കിലും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാക്കാം എന്ന രീതിയിൽ ഒരു ഓണ്ടർപ്രണർ ചിന്തിച്ച് മുന്നോട്ട് പോകുവാണെങ്കിൽ ഈ സ്റ്റിക്ക് ഓൺ ഇൻ ഹിസ് വിഷൻ, അവന്റെ വിഷനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ വിഷനെ എങ്ങനെ വളർത്തി ഏത് എക്സ്ട്രീം എൻഡ് വരെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ലെവലിൽ കൂടി കാണിക്കുകയാണ്. സോ അങ്ങനെ കാണിക്കാൻ പറ്റാത്ത ഇത്തരം ഇപ്പോ ഇൻവെസ്റ്റ്മെന്റുകൾ കിട്ടുമ്പോൾ അതിനെ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാത്ത, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്ത, വിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത അത്തരം കമ്പനീസ് ആണ്, വിഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയ കമ്പനീസ് ആണ് മോസ്റ്റ്ലി ശരിക്കും ഷട്ട് ഡൗണിലേക്ക് പോകേണ്ടി വരുന്നത്. സോ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും കോളേജിൽ നിന്ന് ഇറങ്ങി എനിക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി, നാളെ തൊട്ടാവട്ടെ ഞാൻ സ്റ്റാർട്ടപ്പ് തുടങ്ങി, ഞാൻ സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്തു, അങ്ങനെ പോകേണ്ട ഒരു കാര്യമല്ല. യു ഷുഡ് ഹാവ് ഡീറ്റെയിൽഡ് ഐഡിയ ഇൻ യുവർ മൈൻഡ് ഓർ പേപ്പർ. നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക അല്ലെങ്കിൽ പേപ്പറിൽ ഉണ്ടാവുക ഡീറ്റെയിൽഡ് ഐഡിയ. ഒരു 10 വർഷം ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും ഈ സാധനം എന്നുള്ളത് ഇപ്പൊ ഫോർകാസ്റ്റ് ചെയ്ത് അത് ക്ലിയർ ആക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക. അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. DPR എന്നൊക്കെ ഉണ്ടല്ലോ, ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട്. അങ്ങനെ DPR പോലുള്ള സാധനങ്ങൾ നിങ്ങൾ ഫോർ നെയിം സേക്ക് ചെയ്യാതെ പ്രാക്ടിക്കലി പോസിബിൾ ആവുന്നത്, ഇമാജിനേഷനിലുള്ള സാധനമൊന്നും വേണ്ട, ആഗ്രഹങ്ങൾ എഴുതി വെക്കണ്ട, പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന ഒരു DPR ക്രിയേറ്റ് ചെയ്ത് ഒരു 10 years എങ്ങനെ ഈ കമ്പനി പോകണം എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ യു ആർ വെൽ ക്വാളിഫൈഡ് ഫോർ ബിക്കമിങ് എ എന്റർപ്രണർ. ഓക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൂടുതലും ഇപ്പോ ടെക് ഫോക്കസിലേക്ക് നീങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് അഗ്രി ടെക് ആയാലും അതുപോലെ ബയോടെക് ആയാലും ഈവൻ ഇപ്പം കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി അഡ്വാൻസ്മെന്റ്സ് ആയാലും പ്രൊഡക്ട് ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി അഡ്വാൻസ്മെന്റ്സ് ആയാലും AIസിനെ ഇംപ്ലിമെന്റ് ചെയ്ത് ഈ എല്ലാ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസിലും AIനെ നമുക്ക് എങ്ങനെ നമ്മുടെ ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഇൻഡസ്ട്രി നേരിടുന്ന പ്രോബ്ലംസിനെ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ഇൻഎഫിഷ്യൻസി ഇൻ ടൈം, ഇൻഎഫിഷ്യൻസി ഇൻ ദ റിസൾട്ട് എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്ത് എഫിഷ്യന്റ് മോഡലാക്കി കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് ഡീപ്പ് ഒരു ടെക് ഫോക്കസും റിസർച്ചും ഒക്കെ നടക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ എല്ലാ ഗവൺമെന്റ്സും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇനി ഫ്രീഡം സ്ക്വയേഴ്സ് പോലെയുള്ള ഡിസ്ട്രിക്ട് ലെവൽ ഇന്നോവേഷൻ ക്ലസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഇവിടെയൊക്കെ പോയിട്ട് ഇപ്പൊ നിങ്ങള് കുറെയൊക്കെ മിണ്ടാതിരുന്നില്ലേ, അതില് അത്ഭുതമൊന്നും ഇല്ല കേട്ടോ. ഞാനും ഒക്കെ ഇതേപോലെ തന്നെയായിരുന്നു, നമ്മൾ മിണ്ടാതിരുന്നവരായിരുന്നു. പക്ഷെ ഒരു മിണ്ടേണ്ട ഒരു അവസരം വന്നപ്പോ മിണ്ടി തുടങ്ങി. അങ്ങനെ മിണ്ടി ഇവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ആൻഡ് ഇപ്പോ ഞാൻ ആസ് എൻ എന്റർപ്രണർ ഞാൻ കരുതുന്നത്, ഞാൻ എന്റെ വിഷനില് അല്ലെങ്കിൽ ഞങ്ങള് കൂട്ടുകാർ 4 പേര് ചേർന്ന് തുടങ്ങിയ സ്ഥാപനമാണ് ആർക്കൈറ്റ്. ഞങ്ങളുടെ വിഷന്റെ ഏകദേശം 10% പോലും ഞങ്ങൾ ആയിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. സോ ഇപ്പോഴും ഞങ്ങളുടെ വിഷൻ അങ്ങ് ദൂരെ ഇരിക്കുകയാണ്. ആ വിഷനിലേക്ക് ഇങ്ങനെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അതാണ് ഞാൻ ഓരോരുത്തരിലും വേണമെന്ന് പറയുന്നത്. നിങ്ങളുടെ വിഷനെ കുറിച്ച് നിങ്ങൾക്ക് ഡീപ്പായിട്ടൊരു ഐഡിയ ഉണ്ടാവണം. ആ വിഷനിലേക്ക് എങ്ങനെ എത്താം, ഷോർട്ട് കട്ട്സിലൂടെ എത്താൻ പറ്റും. പക്ഷെ ആ ഷോർട്ട് കട്ട്സിലൂടെ എത്തുന്നത് പെർസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ മാത്രം ഷോർട്ട് കട്ടിലൂടെ നിങ്ങൾ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കി ആ വിഷനിലേക്ക് കൂടുതൽ അടുക്കുക. ഓക്കെ. സോ അപ്പം അതിനുവേണ്ടി ഇത്തരം ഫ്രീഡം സ്ക്വയേഴ്സ് ആയാലും KSUM നടത്തുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആയാലും ഒരുപാട് പ്ലാറ്റ്ഫോംസ് ആയാലും ഒക്കെ നിങ്ങൾ പരമാവധി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വോളണ്ടറി ഓർഗനൈസേഷൻസും വോളണ്ടറി കമ്മ്യൂണിറ്റീസും ഒക്കെ നിങ്ങൾ കാണാം അല്ലെ. ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റീസ് എല്ലാം ഇപ്പൊ IEDC വഴിയൊക്കെ ഒരുപാട് കമ്മ്യൂണിറ്റീസിന്റെ ഒക്കെ ഒരുപാട് പ്രോഗ്രാംസും എനിക്ക് തോന്നുന്നു വർക്ക്ഷോപ്പുകളും അതുപോലെ കോമ്പറ്റീഷൻസും ഹാക്കത്തോൺസും ഒക്കെ ഒരുപാട് നടക്കാറുണ്ട്. ഈ സാധനങ്ങളൊക്കെ പരമാവധി നിങ്ങൾ ഉപയോഗിക്കുക, എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതൊക്കെ എന്താണ് സാധനം എന്ന് വൺസ് എങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ. അപ്പം അത്തരം ഒരു എമേർജിങ് ടെക് ഹബ്ബാണ് ശരിക്കും
സൗത്ത് കേരള എന്ന് പറയുന്നത്. സോ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നാട്ടിൽ നിന്നുകൊണ്ട് US-ലെയും UK-ലെയും UAE-ലെയും ഒക്കെ പ്രൊജക്ടുകൾ ചെയ്യുന്ന എത്ര കൺസ്ട്രക്ഷൻ കൺസൾട്ടൻസീസ് ഉണ്ടെന്നറിയോ? ഇവരാരും ഈ കൺസൾട്ടൻസീസ് ആരും ചിലപ്പോൾ നിങ്ങൾ അറിയാത്തത് ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ ഭയങ്കര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൂടുതൽ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള പല കോൺട്രഡിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പല കമ്പനീസിനെ അറിയാതെ പോകുന്നത്. ഇപ്പൊ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ ശരി, പ്രൊഡക്ട് ഡിസൈൻ റിലേറ്റഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ ശരി, ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി റിലേറ്റഡ് ആയിട്ട് നോക്കുവാണെങ്കിലും പല രാജ്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രൊജക്ടുകൾ ചെയ്യുന്ന പല കമ്പനീസും ഫ്രീലാൻസേഴ്സും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട്. അവരെല്ലാരും ഇങ്ങനെ എന്തോ ഒരു മറയുടെ അകത്തിരിക്കുകയാണ്. അവരെ കൂടുതൽ അറിയണമെങ്കിൽ യൂസ് ലിങ്ക്ഡിൻ ലൈക്ക് പ്ലാറ്റ്ഫോംസ്. ഓക്കെ, അപ്പൊ അത്തരം പ്ലാറ്റ്ഫോംസിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ ഐഡിയാസ് കിട്ടും, അവരുടെ സ്റ്റോറീസ് നിങ്ങൾക്ക് കിട്ടും, അതിൽ നിന്ന് കുറെ ഇൻസ്പയർ ചെയ്യാനും കുറെ ഐഡിയാസ് വരാനും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാനിപ്പം ഞങ്ങൾ ഈ കമ്പനി തുടങ്ങിയതിനു ശേഷം ഒരുവിധപ്പെട്ട ഈ വർക്ക്ഷോപ്പുകൾക്കൊക്കെ ഞാൻ പോകുമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കോ ഫൗണ്ടേഴ്സ് ഒക്കെ പോകുമായിരുന്നു. എന്തിനാണെന്നറിയോ? ഈ ഓരോ വർക്ക്ഷോപ്പിന് പോകുമ്പോഴും പുതിയ എന്തെങ്കിലും കാര്യം നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് അറിയാതെ തന്നെ വന്നോളും. ഈ വരുന്ന സാധനത്തിന് നമ്മൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ഇങ്ങനെ കണക്ക് കൂട്ടും, ഇതിനെ എങ്ങനെ എന്റെ സ്ഥാപനത്തിലേക്ക്, എന്റെ സർവീസിലേക്ക്, എന്റെ പ്രൊഡക്റ്റിലേക്ക് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വ്യത്യാസം വരുത്താൻ പറ്റും എന്ന രീതിയിൽ ഒരു തോട്ട് പ്രോസസ്സ് ഇങ്ങനെ കിടന്നൊരു ബ്രെയിൻ സ്റ്റോമിങ് ഉണ്ടാവും. ആ ബ്രെയിൻ സ്റ്റോമിങ് ഉണ്ടായാലേ നമുക്ക് കൂടുതൽ കൂടുതൽ റിസർച്ചിലേക്ക് പോകാൻ പറ്റുള്ളൂ. സ്പൂൺ ഫീഡ് ചെയ്ത് തരാൻ പറ്റുന്ന ഒന്നല്ല ഓൺടർപ്രണർഷിപ്പ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. സെൽഫ് ഇനിഷ്യേറ്റീവ് എടുക്കുക, സെൽഫ് റിസർച്ചുകൾ നടത്തുക. ഈ പറഞ്ഞ നെറ്റ്വർക്കിംഗ് കമ്മ്യൂണിറ്റീസിലേക്കും അതുപോലെ നെറ്റ്വർക്കിംഗ് ഇവന്റ്സിലേക്കും ഒക്കെ ഉള്ള ആക്സസ് നിങ്ങൾക്ക് എല്ലാവർക്കും തുറന്നു കിടക്കുകയാണ്. സോ അത് വൈസ് ആയിട്ട് യൂസ് ചെയ്ത് 2026 ഒക്കെ ആവുമ്പോഴത്തേക്ക് ശരിക്കും കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ടാർഗറ്റിംഗ് ഓഫ് അറൌണ്ട് 15,000 സ്റ്റാർട്ടപ്സ്, 15,000 സ്റ്റാർട്ടപ്പുകളെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പൊ 6,500+ നടക്കുന്നില്ലേ, അത് 15,000-ലേക്ക് ഹിറ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ അതുവഴി ശരിക്കും ഓരോ സ്റ്റാർട്ടപ്പുകളും ക്രിയേറ്റിംഗ് ക്വാളിറ്റി ടെക് പ്രൊഫഷണൽസ്, അതാണ് വേറൊരു പാർട്ട് ഇതില്. അപ്പൊ സ്റ്റാർട്ടപ്പുകൾ ലെവറേജ് ചെയ്യുമ്പോൾ ആ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് മാത്രമല്ല ലെവറേജ്ഡ് ആവുക, അതുവഴി അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പാർട്ടായിട്ട് നിൽക്കുന്ന ടെക്കീസ് ആയാലും അതിന്റെ ടീം മെമ്പേഴ്സ് ആയാലും ഇവരെല്ലാവരുമാണ് ലെവറേജ്ഡ് ആവുന്നത്, അല്ലെ? അപ്പം ശരിക്കും ഇത് ഇപ്പം വണ്ടികളുടെ എണ്ണം കൂടുമ്പോൾ പെട്രോളിന്റെ കൺസംഷൻ കൂടുന്നു എന്ന പോലെ തന്നെ ഉള്ള ഒരു കാറ്റലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആക്ച്വലി സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം കൂടുന്നു. അത് ശരിക്കും എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുന്ന ഒന്നായിട്ട് മാറുന്നുണ്ട് എന്നുള്ള കാര്യം. ഇനി ഫണ്ടിങ്ങിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര താല്പര്യമുള്ള കാര്യമല്ലേ, ഫണ്ടിങ്, കാശ് കിട്ടുക എന്നുള്ളത്, അല്ലെ? നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള സാധനമാണ്. ഫണ്ടിങ്ങിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഏഞ്ചൽ നെറ്റ്വർക്കുകൾ ഒരുപാടുണ്ട്, അതുപോലെ വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് ഒരുപാടുണ്ട്. നിങ്ങൾ സൂര്യനെ പോട്ടർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? സൂര്യയുടെ
ആണെങ്കിൽ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. കാര്യം കോർഡിനേറ്റേഴ്സ് ആരെങ്കിലും ഇതിലുണ്ടോ? യെസ് സാർ, ഉണ്ട്. ഹലോ. കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എന്റെ വോയിസ്? ഇപ്പൊ കുറച്ചു നേരം ഓഡിയോ അൺഅവൈലബിൾ ആയിരുന്നു. ഇപ്പൊ ക്ലിയർ ആണ്. ആണോ? ഞാൻ ലാസ്റ്റ് പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാമോ? മീൻസ് എവിടെ വെച്ചിട്ടാണ് ബ്രേക്ക് ആയെന്നുള്ളത്? ഹലോ, എവിടെ വെച്ചിട്ടാ ബ്രേക്ക് ആയെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാമോ? അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക്. മൂവിയുടെ നെയിമായിരുന്നു മൂവി കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചത്. ഓക്കെ. അതിനുശേഷം ഞാൻ ഒന്നും മിണ്ടിയില്ല. നിങ്ങളുടെ റെസ്പോൺസ് ചോദിച്ചോണ്ടിരുന്നതാണ് ഞാൻ. അപ്പൊ ആ ഫിലിം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. പേര് വ്യക്തമായില്ല മൂവിയുടെ പേര്. സൂര്യ പോട്ടർ, സൂര്യയുടെ ഫിലിം. സൂര്യ ഒരു ഫ്ലൈറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പടമാണ്. കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു ഫിലിം അല്ലേ? ഓണ്ടർപ്രണേഴ്സിന് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു ഫിലിം ആയിരുന്നു. സോ അതിൻ്റെ അകത്ത് സൂര്യ ഒരുപാട് ഈ VC-മാരെ അപ്രോച്ച് ചെയ്യുന്നതും ഏഞ്ചൽ നെറ്റ്വർക്കിലേക്കൊക്കെ പോകുന്നതും ഒക്കെ കാണാൻ പറ്റും. ആ VC എടുത്ത് പോകുമ്പോ സൂര്യ അവിടെ ശരിക്കും, സൂര്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ അവിടെ ശരിക്കും എന്താ ചെയ്യാ, സൂര്യയുടെ ആ ഒരു ഐഡിയ, ആ ഒരു പ്രൊഡക്റ്റിന്റെ ഐഡിയ മൊത്തത്തിലാണ് പറയുന്നത്. ഒരു പ്രോട്ടോടൈപ്പ് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷെ എഫിഷ്യന്റ്ലി പ്രാക്ടിക്കലി ഉള്ളൊരു ഐഡിയ പിച്ച് ചെയ്തിട്ട് ആ ഐഡിയയുടെ മേല് ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫോംസ് ആണ് അവിടെ സൂര്യ, അല്ലെ? അപ്പോ അതുപോലെ വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ് ഫോർ ഗെറ്റിംഗ് ഫണ്ട്. അതുപോലെ ഏഞ്ചൽ നെറ്റ്വർക്ക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഞ്ചൽ നെറ്റ്വർക്ക്സ് നിങ്ങൾക്ക് ഒരുപാട് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഒക്കെ സ്റ്റാർട്ടപ്പ് മിഷനിൽ നടത്താറുണ്ട്. അപ്പം ഇഫ് യു ഹാവ് എ ഗുഡ് ഐഡിയ, നിങ്ങൾക്ക് അവരുടെ മുന്നിൽ പിച്ച് ചെയ്യാം. പിച്ച് ചെയ്തിട്ട് ഐഡിയ പിച്ചിങ് ഗ്രാൻഡ് ഉൾപ്പെടെ ഇന്ന് സ്റ്റാർട്ടപ്പ് മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഐഡിയ നല്ലതാണെന്ന് വെച്ചോ, ഭയങ്കര നല്ലതാണെന്ന് വെച്ചോ, എനിക്ക് തോന്നുന്നു അറൌണ്ട് 5 lakhs വരെ കണ്ട് നിങ്ങൾക്ക് ആ ഗ്രാൻഡ് കിട്ടാനായിട്ട് പറ്റും. ഗ്രാൻഡും ഫണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗ്രാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ തിരിച്ചടവ് വേണ്ടാത്ത സാധനമാണ്. ഫണ്ടിങ് എന്ന് പറയുന്നത് വിത്ത് എ റിട്ടേൺ ആണ്. ഫണ്ടിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വിത്ത് എ റിട്ടേൺ ആണ്. ഗ്രാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്ന സാധനമാണ്. അപ്പൊ നിങ്ങളുടെ ഐഡിയക്ക് ആ പറഞ്ഞ ഗ്രാൻഡുകളും കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉൾപ്പെടെ ഇന്ന് KSUMs ഒക്കെ നടത്തുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഹാക്കത്തോൺസും പിച്ചത്തോൺസും ആക്സലറേറ്റഡ് പ്രോഗ്രാംസും മെന്റർഷിപ്പ് പ്രോഗ്രാംസും ഒക്കെ ഈ KSUMന്റെയും അതുപോലെ തന്നെ ഒരുപാട് ഈ വോളണ്ടറി കമ്മ്യൂണിറ്റീസിന്റെ ഒക്കെ പാർട്ടി ഇത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം നിങ്ങൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സെക്ടേഴ്സ് എല്ലാം ഈ പറഞ്ഞതുപോലെ ഗ്രോയിങ് സെക്ടേഴ്സ് ആണ്. അപ്പൊ ആ ഗ്രോയിങ് സെക്ടേഴ്സിലെ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കി, അതിനകത്ത് ലൂപ്പ് ഹോൾസ് മനസ്സിലാക്കി, പുതിയ പ്രോഡക്റ്റ്, പുതിയ ഇന്നോവേഷൻ, പുതിയ സർവീസസ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സർവീസസിലെ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് അത് ലെവറേജ് ചെയ്തെടുക്കുന്നത്, ക്രിയേറ്റ് ഒരു നല്ല പ്രൊഡക്റ്റ് ഓർ സർവീസ് ആക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ബെനിഫിഷ്യൽ. ആൻഡ് ഗ്ലോബൽ കരിയർ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ ഷിഫ്റ്റഡ് ആവുക. അതാണ് വേറൊരു കാര്യം പറയാനുള്ളത്. അതുപോലെ നമ്മൾ ഉള്ള ഉള്ളൂ, എനിക്ക് പുറത്തോട്ട് പോയാലേ എനിക്കൊരു ഗ്ലോബൽ എക്സ്പോഷർ കിട്ടൂ എന്ന മൈൻഡ് സെറ്റിന് പകരം ഇന്നത്തെ ഇത്രയും ടെക്നോളജി അഡ്വാൻസ് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഗ്ലോബൽ എക്സ്പോഷർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ രാജ്യങ്ങളിലെ പ്രൊജക്ട്സിലേക്കും അതുപോലെ തന്നെ ഒരുപാട് രാജ്യത്തിന്റെ സർവീസസിലേക്കും ഒക്കെയുള്ള എക്സ്പോഷർ നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് കിട്ടും. അപ്പൊ അവിടെ നിങ്ങൾ
ജോബ് സീക്കേഴ്സ് ആവണോ ജോബ് ക്രിയേറ്റേഴ്സ് ആവണോ എന്നുള്ളത് നിങ്ങളുടെ മൈൻഡ് സെറ്റിലിരിക്കുകയാണ്. സി, ഒരു ജോബ് ക്രിയേറ്ററിന് മാത്രമേ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എംപ്ലോയി ആവും. സാറേ വോയിസ് ക്രാക്ക് ആവുന്നുണ്ട് കേട്ടോ. വോയിസ് നേരെ വരുന്നില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ ദ ഫീഡ്ബാക്ക്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ സാറേ, ഇപ്പൊ കേൾക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് വേറൊന്നുമല്ല, നിങ്ങളൊരു ഗ്ലോബൽ കരിയർ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങളൊരു ട്രഡീഷണൽ എംപ്ലോയ്മെന്റ് ചെയ്തിട്ടുള്ള ജോബ് സീക്കേഴ്സ് ആവണോ, അതുപോലെ മോഡേൺ ടെക്നോളജി ബിൽഡ് ചെയ്യുന്ന ജോബ് ക്രിയേറ്റേഴ്സ് ആണോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. പറഞ്ഞു, നമ്മളത് ചെയ്തു എന്നുള്ളൊരു മെഷീൻ ലെവൽ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറിപ്പോകും. സോ എന്റെ ഒപ്പീനിയനിൽ എഞ്ചിനീയേഴ്സ് ആർ കൺസേൺ, എഞ്ചിനീയേഴ്സ് എല്ലാവരും ഓണ്ടർപ്രണർ മൈൻഡ് സെറ്റിൽ തന്നെ നിങ്ങളുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് നല്ലപോലെ പഠിക്കുക. ഒരു കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ ആഴത്തിൽ പഠിക്കുന്നത് പോലെ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും പഠിക്കാൻ പോകുന്നില്ല. അതുള്ള കാര്യമാണ് അല്ലെ. നമ്മൾ നാളെ ഇന്നതുപോലത്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും എന്ന് കരുതി നമ്മൾ റിസർച്ച് നടത്തുന്നതും നാളത്തെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടോ ഒരു സപ്ലിമെന്ററിക്ക് വേണ്ടിയിട്ടോ പഠിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സോ അപ്പോഴായിരിക്കും നിങ്ങൾ ആഴത്തിൽ ഓരോ കാര്യങ്ങളും പഠിക്കുക. ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന സാധനം ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോബ്ലം സോൾവിംഗ് ആണ്. അത് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ കാര്യം റിസ്ക് അനലൈസ് ചെയ്യുക. റിസ്ക് അനലൈസ് ചെയ്തിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസിഷൻസിലൂടെ ആ റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക, ഒരു കറക്റ്റ് എക്സിക്യൂഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത്, ഈ റിസ്ക് എലിമിനേറ്റ് ചെയ്യാനും അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനും അതുവഴി ഒരു നല്ല സൊല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനും ഒക്കെ ഇന്നോവേഷൻസ് എന്തൊക്കെ പുതുതായിട്ട് കൊണ്ടുവരാം എന്നുള്ളത് നോക്കുക. നിങ്ങൾ IoT എന്ന് കേട്ടിട്ടില്ലേ? IoT എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രോബ്ലം സോൾവിങ് സാധനമാണ്. ഇപ്പൊ ഇതിന്റെ അകത്ത് അനന്തു എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അനന്തുവിന്റെ വീട് എവിടെ? അനന്തു സാർ ഞാൻ മാടനടയാണ്. മാടന്നടയല്ല. അനന്തുവിന് ഒരു കുറച്ച് വർഷം കഴിഞ്ഞ്, ഒരു 2 വർഷം കഴിഞ്ഞ് അനന്തു എന്തെങ്കിലും കാരണവശാൽ ജർമ്മനിയിലോട്ടോ ന്യൂസിലാൻഡിലേക്കോ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക് പോവാണ്. അനന്തുവിന്റെ മാടനടയിലുള്ള വീട്ടില് അനന്തു തന്നെ നട്ടു വളർത്തിയ കുറെ അധികം ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചെടികളും കാര്യങ്ങളൊക്കെ അനന്തു ഈ പറഞ്ഞതുപോലെ മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോ അതെല്ലാം ഇല്ലായ്മയാവില്ലേ? അനന്തുവിന് അത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചോ. അങ്ങനത്തെ കേസില് അനന്തുവിന് എന്ത് ചെയ്യാം? അനന്തുവിന് അവിടെ പോവേം വേണം, എന്നാൽ ഇതും മോശമാവാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു ഇതാണ് പ്രോബ്ലം. ഓക്കെ, ആ പ്രോബ്ലത്തിന് എന്ത് സൊല്യൂഷൻ ചെയ്യും എന്നുള്ളതിൽ അനന്തു എന്തൊക്കെ ആലോചിക്കുക. അനന്തു ഇപ്പം എല്ലാ ദിവസവും ഫ്ലൈറ്റ് പിടിച്ച് വന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിരിച്ചു പോകുന്ന രീതിയിൽ എന്തായാലും പറ്റത്തില്ലല്ലോ. വേറൊരാളെ നിർത്തുക എന്ന് പറഞ്ഞാൽ അതും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് നമുക്ക് സെർട്ടനിറ്റി ഇല്ല, അവൻ ചെയ്യുമോ ഇല്ലയോ നമുക്ക് ഉറപ്പുമില്ല, നമ്മൾ ചെയ്യുന്ന പോലെ ആവത്തുമില്ല അല്ലെ. അപ്പൊ അനന്തു ടെക്നോളജി ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ചിന്തിക്കുമ്പോൾ അനന്തുവിന് കിട്ടുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസ് IoT എന്നുള്ളതായിരിക്കും. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് യൂസ് ചെയ്യുക. അനന്തുവിന് അവിടെ വാട്ടർ സ്പ്രേ ചെയ്യണമെങ്കിൽ അതിന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അനന്തുവിന് ഇത് ഇന്റർനെറ്റ് വഴി അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് IoT എന്ന് പറയുന്നത്. അപ്പൊ അനന്തുവിന് അവിടെ ന്യൂസിലാൻഡിൽ ഇരുന്നിട്ട് അനന്തു ഇന്റർനെറ്റ് വഴി അതിന്റെ കമാൻഡ് കൊടുത്താൽ മതി. ഇവിടെ മാടനടയിൽ ആ വാൽവ് തുറന്നിട്ട് അവിടെ നിന്ന് വെള്ളം വരും, ഇത്ര നേരത്തേക്ക് അവിടെ വാട്ടറിങ് നടക്കും അല്ലെ. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്നോവേഷൻസ് ആർ ബിയോണ്ട് ബോർഡേഴ്സ്. അതിനങ്ങനെ പരിധിയൊന്നുമില്ല.
അങ്ങനെ ഇന്ന പരിധി ഇപ്പൊ തിരുവനന്തപുരം തൊട്ട് കൊല്ലം വരെ ഇന്നോവേഷൻ ഉള്ളൂ, അങ്ങനത്തെ പരിധികളൊന്നുമില്ല. ഇന്നോവേഷൻസിന് നമ്മളുടെ ബോർഡേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ഇൻഫിനിറ്റ് ബൗണ്ടറി ആണ് ശരിക്കും അതിനുള്ളത്. സോ ഇന്നോവേഷൻസ് എപ്പോഴും ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള, ടെക്നോളജി ഇൻക്യുബേറ്റ് ചെയ്തിട്ടുള്ള ഇന്നോവേഷൻസിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പം ഇത് മൂന്നുമാണ് ആക്ച്വലി ഓൺടർപ്രണർഷിപ്പിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന 3 പില്ലേഴ്സ്. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് അഡ്രസ് ദ പ്രോബ്ലം and you should find a solution, and that solution should mitigate the value of risk and should have innovative technologies inside it. Okay, ഇനി എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മോൾ ബിസിനസ് ഓൺടർപ്രണേഴ്സ് ആവാം. സ്മോൾ ബിസിനസ് ഓൺടർപ്രണർ എന്ന് പറയുന്നത് ലോക്കൽ ബിസിനസ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു, നിങ്ങളൊരു ക്രിയേറ്റീവ് ഒരു സ്റ്റഡി ഇൻകം അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ സർവീസ് പ്രൊവൈഡർ ആവുന്നു, അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ സ്റ്റോർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളൊരു കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, ശരിക്കും നിങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങുന്നു, ഇറ്റ്സ് എ സ്മോൾ ബിസിനസ് ഓൺടർപ്രണർ. ഇനി അതല്ല, സ്കെയിലബിൾ സ്റ്റാർട്ടപ്പിലേക്ക് നിങ്ങൾക്ക് മാറ്റാം, ടെക് ഡ്രിവൺ ആയിട്ടുള്ള. ഇപ്പം നിങ്ങൾ സെറോദ, ഫോൺ പേ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടില്ലേ? ഇവർക്കെല്ലാം റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടായത്. ഫോൺ പേ എത്ര നാളായി വന്നിട്ട്? 10-20 വർഷമായോ? ഇല്ലല്ലോ. സോ ഫോൺ പേ, പേടിഎം, ഗൂഗിൾ പേ, ഇതെല്ലാം വളരെ ഷോർട്ട് സ്പാനിൽ സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടെത്തി വന്ന സാധനങ്ങളാണ്. അങ്ങനത്തെ സ്കെയിലബിൾ സ്റ്റാർട്ടപ്പുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ സോഷ്യൽ ഓൺടർപ്രണേഴ്സ് ഉണ്ട്. സോഷ്യൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സോഷ്യലി നമ്മൾ നേരിടുന്ന എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടാവും. ഇപ്പൊ ജെൻ റോബോട്ടിക്സ് ടൈപ്പ് ഓഫ് സോഷ്യൽ ഓൺടർപ്രണർ. അവർ സോഷ്യലി സൊസൈറ്റി നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അവർ നോക്കിയത്. ഇപ്പം ഈ ടോയ്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കുറെ കമ്പനീസ് ഉണ്ട്. സോ ദേ ആർ അഡ്രസ്സിങ് എ സോഷ്യൽ പ്രോബ്ലം, സോഷ്യൽ ഇഷ്യൂ. അപ്പൊ അതുപോലുള്ള സോഷ്യൽ ഇഷ്യൂസ് നമ്മൾ അഡ്രസ് ചെയ്തോട്ട് കൊണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് എന്റർപ്രൈസുകളുണ്ട്. അതിനെയാണ് സോഷ്യൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുക. ആൻഡ് കോർപ്പറേറ്റ് ഇന്നോവേറ്റേഴ്സ്. കോർപ്പറേറ്റ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയിൽ തന്നെ നമുക്ക് പുതിയ പ്രൊഡക്ട്സ് കൊടുത്തുകൊണ്ട്, ഇപ്പം ബൈജൂസ് എന്ന് പറഞ്ഞ കമ്പനി ശരിക്കും വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്ന് പറഞ്ഞ ഒരു കമ്പനീനെ അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്ന് പറയുന്നത് കോഡിംഗ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന ആ ഒരു USP-യിൽ വന്ന ഒരു കമ്പനിയാണ് വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്ന് പറയുന്നത്. വൈറ്റ് ഹാറ്റ് ജൂനിയർ നല്ല രീതിയിൽ അവരുടെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. ഇതിന് എന്ത് ചെയ്തു? ഈ പറഞ്ഞ കോർപ്പറേറ്റുകൾ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ലോങ് റണ്ണിൽ ഒരു കോർപ്പറേറ്റ് അഡോപ്ഷനിലേക്ക് പോയി നോക്കേണ്ട രീതിയിലേക്ക് ആ രീതിയിലേക്ക് ഒരു സ്റ്റാർട്ടപ്പിനെ സ്കെയിൽ ചെയ്ത് കൊണ്ടുവരാനാണെങ്കിൽ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ഇന്നോവേറ്റേഴ്സ് എന്നുള്ള ഒരു ലെവലിൽ നിങ്ങൾക്ക് അത് നോക്കാൻ പറ്റും. ഇനി അത് മാത്രല്ല, ഇന്ന് ശരിക്കും ഭയങ്കര ബൂമിംഗ് ആയിട്ടുള്ള മറ്റൊരു സെക്ടറാണ് ഫ്രീലാൻസിങ് അല്ലെങ്കിൽ സോളോപ്രണർ സെക്ടർ എന്ന് പറയുന്നത്. സോളോപ്രണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരുത്തൻ ഒരു കാര്യം ചെയ്യുന്നു. അതിപ്പോ കോച്ചിങ് ആവാം, കൺസൾട്ടിങ് ആവാം, ഏതെങ്കിലും ഒരു പേഴ്സണൽ ബ്രാൻഡിന്റെ കൺസൾട്ടൻസീസ് ആവാം, എന്തെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻസ് ആവാം. ഇതെല്ലാം ശരിക്കും പറഞ്ഞ ഫ്രീലാൻസ് അല്ലെങ്കിൽ സോളോപ്രണർ എന്ന് പറയുന്ന സെക്ടർ, ആ ഒരു കാറ്റഗറിയിൽ വീഴുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രൊഡക്റ്റ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് നോക്കുവാണെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് അതൊരു വലിയ ഇന്നോവേഷൻസ് ആയിരുന്നു. ഡ്രോൺസ് അതൊരു വലിയ ഇന്നോവേഷൻസ് ആയിരുന്നു. അപ്പം സ്മാർട്ട് ഡിവൈസസ് നമ്മുടെ അതുപോലുള്ള കാര്യങ്ങൾ അതൊരു എന്താ പറയാ എഫിഷ്യന്റ് ആയിട്ടുള്ള സ്കെയിലബിൾ ആയിട്ടുള്ള ഇന്നോവേഷൻസ് ആയിരുന്നു അല്ലെ. ഇനി പ്രോസസ് ഇന്നോവേഷൻസ് ആണെങ്കിലോ, പുതുതായിട്ട് വന്നപ്പോ UPI പേയ്മെന്റ്സ് അതൊരു പുതിയ പ്രോസസ് ആയിരുന്നു. ഇറ്റ്സ് നോട്ട് എ കമ്പനി, അതൊരു പുതിയ പ്രോസസ് ആയിരുന്നു. ആ പ്രോസസ് ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, അതുപോലെ സർവീസ് ഇന്നോവേഷനിലേക്ക് വരുമ്പോൾ ഇപ്പം സ്വിഗ്ഗി പോലുള്ള കമ്പനി ഡെലിവറി മോഡൽസ് കൊണ്ടുവരുന്ന കമ്പനി, ഇപ്പൊ ബ്ലിങ്കിറ്റ് പോലുള്ള കമ്പനീസ് ഡെലിവറി മോഡൽസ് വളരെ എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുവരുന്ന സാധനം. ഫ്രഷ് ഓർമ്മ നമ്മുടെ തൃശ്ശൂരുകാരന്റെ ഒരു കമ്പനി ഉണ്ട്. സോ അതെല്ലാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സർവീസ് ഇന്നോവേഷൻസ് ആണ് അതെല്ലാം. ഓക്കെ, ഇനി വേറൊരു കാര്യം, ഒരു ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ശരിക്കും നമ്മുടെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് പവർ ഹൗസിൽ
ഇത് മൊത്തത്തിൽ വേൾഡ് വൈഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യ 3rd ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഉള്ള രാജ്യമാണ്. 3ാമത്തെ വലിയ രാജ്യമാണ്. ഓക്കെ, ഏകദേശം 500 മില്യൺ പ്ലസ് ഡിജിറ്റൽ യൂസേഴ്സ് ഉള്ള നാടാണ് നമ്മുടെ നാട്. അപ്പം ഇനിയിപ്പോ ഒരു കൺസ്യൂമർ വൈസ് നോക്കുവാണെങ്കിൽ ശരി, ആസ് ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ട് നോക്കുവാണെങ്കിൽ ശരി, വി ആർ ഇൻ ദ ടോപ്പ് 5. സോ അത്രയും ക്യാപിറ്റൽ, അത്രയും റിസോഴ്സസ് ഉള്ള രാജ്യം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സ്കിൽസ് നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുക. സ്കിൽസ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് ഉണ്ടാവുക, അതുപോലെ ഡിജിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ ലിറ്ററസി, അതൊരു വലിയ പോയിന്റ് ആണ്. ഫിനാൻഷ്യൽ നിങ്ങളുടെ എങ്ങനെ ആയിരിക്കണം, ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുവാണെങ്കിൽ അത് ഏത് നിങ്ങളുടെ കമ്പനിയിൽ തന്നെ പുതിയൊരു വെർട്ടിക്കലിൽ ഇട്ടുകൊണ്ട് അതെങ്ങനെ ലെവറേജ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാൻ പറ്റും, എന്തെങ്കിലും ഒരു എക്സ്ട്രീം കണ്ടീഷൻ നമുക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾക്ക് ടാക്സുകളെ കുറിച്ച് നല്ലപോലെ ഉള്ളൊരു അറിവുണ്ടാവണം. നിങ്ങൾക്ക് ഫണ്ടിങ്സിനെ കുറിച്ച് നല്ലപോലെ ഒരു അറിവുണ്ടായിരിക്കണം. എങ്ങനെ ഫിനാൻസ് ഓരോ കാര്യങ്ങൾക്കും അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു നല്ല അറിവുണ്ടായിരിക്കണം. പുതിയ ടെക്നോളജീസ് ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്തൊക്കെ പുതിയ പ്ലാറ്റ്ഫോംസ് വെച്ചിട്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ വളരെ എഫിഷ്യന്റ് ആയിട്ടും വളരെ ടൈം മാനേജ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ലിറ്ററസി നിങ്ങൾക്ക് ഉണ്ടാവണം. ലീഡർഷിപ്പ് ക്വാളിറ്റി ആൻഡ് ടീം വർക്ക് ബിൽഡ് ചെയ്യാനായിട്ടുള്ളൊരു ക്വാളിറ്റിയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. കാര്യം ഇതെല്ലാം, ഈ ലീഡർഷിപ്പ് ആൻഡ് ടീം വർക്ക് ഒരിക്കലും ഒരു മോട്ടിവേഷണൽ സ്പീക്കർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 1 ഡേ സെഷനോ 2 ഡേ സെഷനോ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി തരാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത് നിങ്ങളുടെ അകത്തുനിന്ന് തന്നെ വരേണ്ടതാണ്. വർക്ക്ഷോപ്പുകളും അങ്ങനത്തെ സെഷനുകളും ഒക്കെ അതിനുള്ളൊരു എന്താ പറയാ, ഒരു സ്പാർക്ക് ആവത്തതേ ഉള്ളൂ. ആ സ്പാർക്കിൽ നിന്ന് ശരിക്കും അതൊരു ഫയർ ആക്കി മാറ്റേണ്ടത് നിങ്ങളുടെ തോട്ട് പ്രോസസ് ആണ്, നിങ്ങളുടെ ഡെഡിക്കേഷൻ ആണ്. സോ അത് നിങ്ങൾ നല്ല രീതിയിൽ നോക്കിക്കോളുക. ആൻഡ് അഡാപ്റ്റബിലിറ്റി ഇൻ ദ സെൻസ്, നിങ്ങൾക്ക് പല ചലഞ്ചസ് വരും. ഒരു ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ക്ലയന്റ് നിങ്ങളുടെ വിഡ്രോ ചെയ്യുന്നു, നിങ്ങളുടെ ഒരു ഹ്യൂജ് ക്ലയന്റ് നിങ്ങളുടെ വിഡ്രോ ചെയ്യുന്നു, അയ്യോ എല്ലാം പോയെന്നും പറഞ്ഞിട്ട് തലേ കൈ വെച്ച് 2 സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുന്ന രീതിയിലാണെങ്കിൽ യു ആർ നോട്ട് അറ്റ് ഓൾ ആൻ ഓൺടർപ്രണർ. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിലാണ് ഒരു ഓൺടർപ്രണറിന്റെ വിജയം ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബൈജൂസിന്റെ കാര്യം. ബൈജൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയായിരുന്നു. ആൻഡ് ഈവൻ നൗ പുള്ളി അതിൽ നിന്ന് ഫുള്ളി എന്താ പറയാ, ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു വിഷനിൽ നിന്ന് ഫുള്ളി മാറിയിട്ടില്ല. സോ അതുപോലത്തെ ഉള്ള ഒരു ഗ്രേറ്റ് എന്താ പറയാ, ഒരു അഡാപ്റ്റബിലിറ്റിയും അതുപോലെ ഗ്രോത്ത് ഉണ്ടാക്കണം. നമുക്ക് ചലഞ്ചസിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോയി ഗ്രോത്ത് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, ചലഞ്ചസ് എപ്പോഴും ഉണ്ടാവും, ഡേ ടു ഡേ ഉണ്ടാവാം, അവർ ബൈ അവർ ഉണ്ടാവാം. ഇതെല്ലാം ഒരു ഓൺടർപ്രണർ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് അവന്റെ ശരിക്കും സോൾ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുന്ന ഒരു കാര്യമാണ് ചലഞ്ചസിനെ ഫേസ് ചെയ്യുക എന്നുള്ളതും അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതും. അതിനെ വളരെ കൂളായിട്ട് നിങ്ങൾക്ക്, അത് ബൈ എക്സ്പീരിയൻസ് മാത്രമേ ആ കൂൾ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പം വളരെ കൂളായിട്ട് ഈ ചലഞ്ചസിനെയൊക്കെ എടുത്ത് ആ അപ്രോച്ച് കുറച്ചും കൂടി മെച്ചുവേർഡ് ആക്കിക്കൊണ്ട് ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് മാനേജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഡിസിഷൻസും അതുപോലെ അൺസർട്ടനിറ്റി ഒക്കെ എഫക്റ്റീവ്ലി മാനേജ് ചെയ്യുക, പുട്ട് ഇറ്റ് ഇൻ ദ റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കറക്റ്റ് സമയത്ത് കറക്റ്റ് സാധനം ഇടുക എന്നുള്ളതാണ് ഈ റിസ്ക് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഒബ്വിയസ്ലി കമ്മ്യൂണിക്കേഷൻ. ഞാൻ ആദ്യമേ പറയാം, നിങ്ങൾ എല്ലാവരും കമ്മ്യൂണിക്കേഷനിൽ ഇമ്പ്രൂവ് ആവേണ്ടതായിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇൻ ദ സെൻസ്, ഞാൻ പറയുന്നത് ബ്ലാ 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 ഇംഗ്ലീഷ് മാത്രമല്ല, ഇംഗ്ലീഷ് അല്ല ഞാൻ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇൻ ദ സെൻസ് ഒരാളോട് സംസാരിക്കുക, ഓപ്പണായിട്ട് സംസാരിക്കുന്നത് മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓപ്പണായിട്ട് സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇമ്പ്രൂവ് ചെയ്യുക. അത് സംസാരിച്ച് ഇമ്പ്രൂവ് ആവുള്ളൂ. പല നെഗോഷിയേഷൻസ് നിങ്ങൾക്ക് നടത്തേണ്ടി വരും.
അപ്പൊ ആ നെഗോഷിയേഷൻസ് ഒക്കെ നടത്തണമെങ്കിൽ പോസിറ്റീവായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓൾസോ. സോ ഇത്രയും ആണ് ശരിക്കും ഒരു ഓണ്ടർപ്രണർ സ്കിൽസ്, നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സ്കിൽസ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ജേർണി, ഒരു ഓണ്ടർപ്രണർ ജേർണി നിങ്ങൾ തുടങ്ങണമെങ്കിൽ ഞാനൊരു എന്താ പറയാ, ഒരു ടൈം ലൈൻ പോലെ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ആദ്യം നിങ്ങളുടെ സ്ട്രെങ്ത് നോക്കുക. നിങ്ങളുടെ സ്ട്രെങ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം നിങ്ങളൊരു 3 പേര് ചേർന്നൊരു ഓണ്ടർപ്രണർ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സ്ട്രെങ്ത് നോക്കുക. നിങ്ങളുടെ സ്ട്രെങ്ത് നോക്കിയിട്ട് ആ സ്ട്രെങ്ത് കുറച്ചും കൂടി പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്കിൽസ് നിങ്ങൾ അറിയുക. നിങ്ങളുടെ പാഷനും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസും ഒക്കെ രണ്ടും തമ്മിൽ ഒന്ന് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു വെൽ കണക്റ്റഡ് ഫോർമുല ആയിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. രണ്ടാമത്തത്, അതിന് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക. എന്തെങ്കിലും കാര്യം പെർപ്ലക്സിറ്റി എടുത്തോ ചാറ്റ് GPT എടുത്തോ ചോദിച്ചു എനിക്ക് സ്കിൽസ് ആയി, എനിക്ക് സ്ട്രെങ്ത് ആയി എന്നും പറഞ്ഞിട്ട് മുന്നോട്ട് പോകാതെ അതിന് വേണ്ട ഫൗണ്ടേഷൻ പല രീതിയിലുണ്ട്. ആദ്യം ബിസിനസിന്റെ ഫണ്ടമെന്റൽസ് പഠിക്കുക, നല്ലപോലെ അറിയുക. എന്താണ് ബിസിനസ്, ഏതാണ് ബിസിനസ്, എവിടെയാണ് ബിസിനസ് എന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഫിനാൻസ് കണ്ടെത്തുക. ഞാൻ എല്ലാ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവരടുത്തും കൂടി ആയിട്ട്, നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യമുള്ളവരടുത്തും കൂടി ആയിട്ട് ഒരു ഹമ്പിൾ സജഷൻ പറയാണ്, എടുത്തു ചാടി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനേക്കാളും പഠിച്ചിട്ട്, നല്ലപോലെ പഠിച്ചിട്ട് കുറച്ച് ഫിനാൻഷ്യൽസ് നമ്മുടെ കയ്യിൽ നിർത്തിക്കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോഴേ എപ്പോഴും അതിനൊരു ഗ്രിപ്പ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ഭീമാകാരമായിട്ടുള്ള ഐഡിയ ആവണം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റാർട്ടപ്പ് ഒരുപാട് നാളത്തേക്ക് ലിവറേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട ജസ്റ്റ് ഒരു പേരിന് തുടങ്ങുന്ന സാധനമായിരുന്നു. ഈ 2 കാര്യങ്ങളാണെങ്കിൽ ഓക്കെ. അപ്പം നല്ലൊരു ഫൗണ്ടേഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്തെടുക്കുക. മൂന്നാമത്തത്, എൻഗേജ് ഇൻ ഇവന്റ്സ് ലൈക്ക് ഇതുപോലെയുള്ള എന്താ പറയാ, ഓണ്ടർപ്രണർഷിപ്പിനെ എൻഹാൻസ് ചെയ്യുന്ന ഇവന്റ്സിലേക്കും, അതുപോലെ ഹാക്കത്തോൺ, സ്റ്റാർട്ടപ്പ് മീറ്റ്സ്, പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് മീറ്റ്സ്, പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി മീറ്റ്സ്, ഇതിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എൻഗേജ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത്. നമ്മൾ ഒരു സെമസ്റ്ററിൽ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഒരു മണിക്കൂർ ഒരു ഇൻഡസ്ട്രി പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ 1 മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. അപ്പം അത് നിങ്ങൾ ആ എൻഗേജ്മെന്റും ആ കണക്ഷൻസും കൂടുതൽ കൂട്ടുക, നെറ്റ്വർക്കിംഗ് കൂട്ടുക. എന്നിട്ട് ചെറുതായിട്ട് തുടങ്ങുക. ചെറിയ പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത് എന്താ പറയാ, ഫ്രം ദ സ്ക്രാച്ച് തുടങ്ങുക എന്ന് പറയത്തില്ലേ, അതേമാതിരി ചെറുതായിട്ട് തുടങ്ങുമ്പോഴും ശരിക്കും MVP എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട് കേട്ടോ. MVP, മിനിമം വയബിൾ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും മിനിമൽ കോസ്റ്റില് എനിക്ക് ഏറ്റവും വയബിൾ ആയിട്ടൊരു പ്രൊഡക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് മാറ്റാം. ആ MVP ആയിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിന് കുറച്ച് ഓഡിയൻസ് വരുമ്പോഴായിരിക്കണം നിങ്ങളുടെ കയ്യിലുള്ള മെയിൻ ആ ഒരു തുറുപ്പ് ചീട്ട് അങ്ങോട്ട് ഇറക്കേണ്ടത്. മനസ്സിലായോ? അപ്പം ആദ്യം MVP, മിനിമം വയബിൾ പ്രൊഡക്റ്റ് ആദ്യം ഉണ്ടാക്കുക, അതിനൊരു ബേസ് ഉണ്ടാക്കി എടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ അതിനെ ലെവറേജ് ചെയ്ത് ഒരു ടോപ്പ് മോസ്റ്റ് സാധനമാക്കി കൊണ്ടുവരിക. ഓക്കെ, അപ്പം ഇതാണ് ശരിക്കും നിങ്ങളുടെ ജേർണി. ഇങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടാവാം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് ചലഞ്ചസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു സ്കെയിലിംഗ്, ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റുകൾ എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ സ്കെയിലിംഗ് കൂടുന്തോറും അത്രത്തോളം ഉത്തരവാദിത്തം കൂടുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഫ്ലിപ്കാർട്ടിന്റെ ഓണേഴ്സിന് പണ്ട് ഉണ്ടായിരുന്ന 100% ഷെയർ ആണെങ്കിൽ ഇന്ന് അവർക്കുള്ളത് ബിലോ 5% ഷെയർ ആണ്. പക്ഷെ അന്നത്തെ അവരുടെ 100% ഷെയറിന്റെ വാല്യൂവും ഇന്നത്തെ അവരുടെ 5% ഷെയറിന്റെ വാല്യൂ തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ചിലപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കമ്പനിയുടെ ഗ്രിപ്പ് പോകാം, നിങ്ങളുടെ ആ ഒരു ഹൂക്ക് പോകാം. അതൊക്കെ ഓക്കെ ആണ് എങ്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവുക. ഇനി നിങ്ങൾക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് അവർക്ക് 20x റിട്ടേൺസ് കൊടുക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ട്, എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് പൊക്കോ, കുഴപ്പമില്ല. ഇനി
ഈ ഇൻവെസ്റ്റ്മെന്റ് നമുക്കൊരു തലവേദനയാക്കാതെ കൊണ്ടുപോകാനുള്ള സകലമാന ഐഡിയാസും നിങ്ങളുടെ കയ്യിലുണ്ട്, പ്ലാൻസും അതിന്റെ എക്സിക്യൂഷൻ പ്ലാൻസും ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് സുഖമായിട്ട് കൊണ്ടുപോകാം. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് പിച്ച് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ്സ് കിട്ടാം. ഇനി ടാലന്റ് റിട്ടൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ നമ്മുടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ടീമിനെ ഉണ്ടാക്കി. ആ ടീമിന്റെ ഗ്രോത്തും അവരുടെ എന്താ പറയാ അവരുടെ ടെക്നിക്കൽ ഗ്രോത്ത് ആസ് വെൽ ആസ് എൻ ടീം ലെവൽ ഗ്രോത്ത് നിങ്ങൾ ഉറപ്പ് കൊടുക്കേണ്ട കാര്യമാണ്. അവിടുത്തെ ഒരു വർക്ക് കൾച്ചർ, അവിടുത്തെ ഒരു വർക്ക് എൻവയോൺമെന്റ് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റണം. അതേപോലെ ഇന്നത്തെ സൊസൈറ്റിയിലെ സ്റ്റാൻഡേർഡ്സും കോമ്പൻസേഷൻസും ഒക്കെ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റണം. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ടാലന്റിനെ റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ടാലന്റ് റിട്ടൻഷൻ എന്ന് പറയുന്നത് ഇന്ന് പല കമ്പനികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രോബ്ലം ആണ്. കാര്യം ഒരു എഫക്റ്റീവ് ടാലന്റ് റിട്ടൻഷൻ നടക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു കമ്പനി ലെവറേജ് ചെയ്ത് അതിന്റെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ആൻഡ് മൂന്നാമത്തത് മാർക്കറ്റ് ആക്സസ് ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ. ഇപ്പം എല്ലാ സാധനവും ആദ്യം തുടങ്ങുന്നത് ഒരു സർവീസ് ആയിട്ടായിരിക്കും. ഇപ്പോൾ ജിയോ ആദ്യം ഇറക്കിയ വർഷം എനിക്ക് തോന്നുന്നു ഫുൾ ഫ്രീ ആയിരുന്നു അല്ലെ. അതായിരുന്നു അവര് മാർക്കറ്റിലേക്ക് കണ്ട അവരുടെ ആക്സസ്. അവരങ്ങനെ മാർക്കറ്റ് ഉണ്ടാക്കിയെടുത്തു. ഇന്ത്യയിലെ ഭൂരിഭാഗപ്പെട്ട ഇന്റർനെറ്റ് യൂസേഴ്സിന്റെയും മൈൻഡ് സെറ്റും അവരുടെ രീതികളും ഒക്കെ ഈ ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവന്നു. ഇന്റർനെറ്റിന്റെ യൂസേജ് ഇന്നവിറ്റബിൾ ആക്കി കൊണ്ടുവന്നതിന് ശേഷം അവരെന്ത് ചെയ്തു, അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്തു. പിന്നെ നമ്മൾ ജിയോ ഇനി ഒരു മാസം 500 രൂപയാണെന്ന് പറഞ്ഞാലും നമ്മൾ കൊടുക്കും അല്ലെ. കാര്യം നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ലെ. നമ്മുടെ ഒരു ഫിക്സഡ് എക്സ്പെൻസിൽ വരുന്ന ഒരു കാര്യമായിട്ട് എല്ലാവർക്കും മാറിക്കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നാഷണൽ ലെവലിലായാലും ഇന്റർനാഷണൽ ലെവലിലായാലും ഏതൊക്കെ മാർക്കറ്റിലേക്ക് പോകാൻ പറ്റും, അങ്ങനെ പുതിയ ലിങ്കേജസ് റിസർച്ചും ബിസിനസ്സും വഴി എങ്ങനെ പുതിയ സ്ട്രോങ് ലിങ്കേജസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതും ഒക്കെ ഇതിൻ്റെ അകത്തൊരു പാർട്ടാണ്. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രി അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കൊളാബറേഷൻസും പാർട്ണർഷിപ്സും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അത്തരം ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ എൻഗേജ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മാർക്കറ്റ് എങ്ങനെ ആക്സസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ കേരളത്തിലെ ഈ ഇന്നോവേഷൻ ജേർണിയിലേക്ക് നിങ്ങളുടെ പാർട്ടുകൾ ഇടുക, നിങ്ങളുടെ സിഗ്നേച്ചറുകൾ ഇടുക. നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വളരെ അധികം ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു ത്രെഡ് ഇട്ട് തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കുക, സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്ന ടെക്നോളജിയുമായിട്ട് മീറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തൊക്കെ സർവീസസ്, എന്തൊക്കെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലെവറേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. പിന്നെ കാശുള്ളവന് മാത്രം പറ്റുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പിടിപാടുള്ളവന് മാത്രം പറ്റുന്ന കാര്യങ്ങളോ ആയിട്ട് ഇന്ന് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഒരു വകയും നിലനിൽക്കുന്നില്ല. ഓക്കെ, നീഡ് റിലേഷൻഷിപ്സ് ബിയോണ്ട് ബ്ലഡ് റിലേഷൻസ്. അതാണ് വേണ്ടത്. കൂടുതൽ റിലേഷൻഷിപ്സ് ഉണ്ടാക്കിയെടുക്കുക, നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയെടുക്കുക. അതുവഴി നമുക്ക് പല ചാനൽസും തുറന്നു കിട്ടും. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങളിപ്പം 95 പേരുണ്ടെങ്കിൽ ആ 95 പേർക്കും ഓപ്പൺ ആണ് ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം. സോ ഇത് എനിക്ക് പറ്റിയതല്ല എന്ന് വിചാരിക്കേണ്ട കാര്യം ആർക്കുമില്ല. ആൻഡ് ഇത് ഇത്രയും ചെയ്ത് നിങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള, അതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ നേരിടുന്ന പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന സൊല്യൂഷൻസ് ആയിട്ട് നിങ്ങൾ ഓരോന്നും കൊണ്ടുവരുമ്പോൾ യു ആർ ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ഇന്ത്യ. അപ്പം അങ്ങനെ ഒരു കാര്യവും കൂടി, ഒരു സൊസൈറ്റി ആക്ടിവിറ്റീസും കൂടി നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എൻ സക്സസ്ഫുൾ ഓണ്ടർപ്രണർഷിപ്പ് ജേർണി. ഷട്ടർ മിഷന്റെ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതുപോലുള്ള ഒരുപാട് ഗവൺമെന്റ് പോളിസീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ഒരു എന്റർപ്രണർ മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരുപാട് ഉപകാരപ്പെടും. ആ പഠിക്കുന്ന സാധനങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ദയവീത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനൊരു അധ്യാപകനായിരുന്നു. ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയാം, നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ സാധനവും എവിടെയാണ് ആപ്ലിക്കേഷൻ വരുന്നത്, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അത് വെച്ചിട്ടുള്ള കമ്പനീസ് ഏതൊക്കെയാണ്, അതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഏതൊക്കെയാണ്, അവരുടെ സർവീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ
നോക്കുക, നല്ല രീതിയിൽ നോക്കിയിട്ട് മാത്രം ഓരോ കാര്യങ്ങളും പഠിക്കാനായിട്ട് നോക്കുക. ആൻഡ് മൈസെൽഫ്, ഐ ആം എൻ ഓണ്ടർപ്രണർ. സോ ഒരുപാട് ചലഞ്ചസ് നേരിട്ടിട്ടുണ്ട്. 2015 ആർക്കേറ്റ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളും ഈ പറഞ്ഞതുപോലെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കില്ലില്ല. ഞാനൊക്കെ നേരിട്ട പ്രോബ്ലം ആണ്. ഞങ്ങൾ നേരിട്ട് ഒരുപാട് എന്താ പറയാ, ഒരുപാട് വിഷമിച്ച കാര്യങ്ങളാണ്. സോ അങ്ങനെ സ്കില്ലില്ല എന്നുള്ള ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിട്ട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് സ്കിൽ ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു അക്കാഡമി ഇൻഡസ്ട്രി ചാനൽ പാർട്ട്ണർ ആണ് ആക്ച്വലി ആർക്കേറ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങനെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഇന്ന് ആർക്കേറ്റ് ഞങ്ങളൊരു പെർമനന്റ് എംപ്ലോയിന്നും ഒരു വർഷം ഒരു 30 സ്റ്റുഡൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് ആർക്കേറ്റ് ഏകദേശം ഒരു 20,000-ഓളം സ്റ്റുഡൻസിനെ ടോട്ടലി ഞങ്ങൾ സ്കിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഹാവ് അറൌണ്ട് 75+ permanent engineering graduates with us and as team members. ഒരു വർഷം ഏകദേശം 2000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം ആണെന്ന് ആർക്കേറ്റ്. So we have around 6 campus and around 6 verticals: Arcade School of Technical Education, School of Media, School of Data Science, Arcade Project Management Consultancy, Step Global Corporate Solutions, which connects UAE projects with ആർക്കേറ്റ് PMC. സോ ഇതുപോലുള്ള ഏകദേശം 6ഓളം വെർട്ടിക്കൽസും ഇന്ന് ആർക്കേറ്റിനുണ്ട്. സോ ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ വിഷന്റെ ഒരു 10% ഞങ്ങൾ എത്തിയിട്ടുള്ളൂ. അങ്ങനെ എത്തിപ്പെടാൻ സാധിച്ചത് ആ വിഷൻ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പം എന്നെ ഈ ഒരു സാധനത്തിന് ഇൻവൈറ്റ് ചെയ്തപ്പോഴും എൻ്റെ മനസ്സിൽ ആദ്യത്തെ കാര്യം എൻ്റെ ജേർണി പറഞ്ഞു തരാം എന്നുള്ളതാണ്. പക്ഷെ ഓരോ ജേർണിയും ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനൊരു ജനറൽ പ്ലാറ്റ്ഫോമിൽ കാര്യങ്ങൾ പറഞ്ഞത്. എൻ്റെ ജേർണിയിൽ ഒരുപാട് ഇൻസൾട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് നോ നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പലയിടത്തു നിന്നും ഒരുപാട് ചലഞ്ചസ് വന്നിട്ടുണ്ട്. സൊസൈറ്റി റിലേറ്റഡ് ആയാലും പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയാലും ഒക്കെ ഒരുപാട് ചലഞ്ചസും, സൊസൈറ്റിയുടെ മൈൻഡ് സെറ്റ് റിലേറ്റഡ് ആയിട്ടും ഒക്കെ ഒരുപാട് ചലഞ്ചസ് വന്നു. സോ വൺസ് നമ്മൾ അതിനെ ഒന്ന് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. PKM കോളേജിൽ പണ്ട് 2015 സമയത്ത്, 15-16 ആ സമയത്ത് ബ്രോഷർ കൊടുക്കാനായിട്ട് ഞാനും എൻ്റെ ടീംമേറ്റ്സും ഗേറ്റിന്റെ അകത്തേക്ക് ഒന്ന് കടന്നു. അവിടെ ടെക് ഫെസ്റ്റ് നടക്കുമായിരുന്നു. ഒന്ന് കടന്നു. അപ്പം സെക്യൂരിറ്റി ഒന്നും ഇവിടെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, പുറത്തുനിന്ന് കൊടുക്കുകയാണ്. അവിടെയും പറ്റത്തില്ല എന്നും പറഞ്ഞു. ശരിക്കും സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങളെ ഓട്ടിക്കുന്ന ലെവലായിരുന്നു. ഞങ്ങൾ പോയി, അവിടെ നിന്ന് പോയി. ആ TKM കോളേജുമായിട്ട് ഇന്ന് ആർക്കേറ്റിന് MOU സൈൻ ചെയ്തിട്ടുണ്ട്. TKM-ലെ കുട്ടികൾക്ക് സ്കിൽ ട്രെയിനിങ് കൊടുക്കാനുള്ള MOU ആർക്കേറ്റുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ആ ചലഞ്ചസും അത്തരം ഇൻസൾട്ടുകളും ഒക്കെ നമ്മൾ ശരിക്കും എന്താ പറയാ, നമ്മുടെ ഒരു ഈ ഇൻവെസ്റ്റ്മെന്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡയലോഗ് എത്തില്ല, ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയത്തില്ല. അത് ഭയങ്കര സത്യമാണ്. അത് ഇൻവെസ്റ്റ്മെന്റ് ആക്കിക്കൊണ്ട് നമ്മുടെ വിഷൻ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഇത്തരം ചെറിയ മധുര പ്രതികാരം ചെയ്യാൻ പറ്റുന്നതും ഇത്തരം ചെറിയ കിക്ക് കിട്ടുന്നതുമായിട്ടുള്ള കുറേയധികം സംഭവങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ആക്ച്വലി കിട്ടാന്ന് ഞാൻ പറഞ്ഞത് ഈ ഓണ്ടർപ്രണർ റിലേറ്റഡ് ആയിട്ടുള്ള കിക്കാണ് കേട്ടോ, വേറെ ഒന്നുമല്ലേ. അപ്പം ഞാൻ അന്ന് TKM കോളേജുമായിട്ട് MOU എഴുതുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നത് എൻ്റെ പഴയ കാലങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ സാധിച്ചത് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു നല്ല ടീം ബിൽഡ് ചെയ്തു, വിഷൻ ഫോക്കസ്ഡ് ആയിട്ട് നിന്നു, ഫിനാൻഷ്യൽസ് കറക്റ്റ് ആയിട്ട് നോക്കി നടക്കുന്നു. ഇതൊക്കെ കാരണമാണ് നമുക്ക് അങ്ങനെ നമ്മളുടെ ജേർണിയിൽ കുഴപ്പങ്ങളില്ലാണ്ട് ചലഞ്ചസ് ഓവർകം ചെയ്ത് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് ഇഫ് ഞങ്ങൾ 4 ഫ്രണ്ട്സ് ചേർന്നിട്ടാണ്, ഒരുമിച്ച് പഠിച്ച 4 പേര് ചേർന്നിട്ടാണ് ആർക്കേറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ആർക്കേറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു പാർട്ട് കൂടിയാണ്. സോ അത്തരം ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഒരുപാട് ഉണ്ടാവട്ടെ നിങ്ങൾക്ക്. അത്തരം ഫ്രണ്ട്ഷിപ്പുകളിൽ നിന്ന് ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവട്ടെ, ഇൻഡിവിജ്വൽ സ്റ്റാർട്ടപ്പുകൾ ഒരുപാട് ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു എംപ്ലോയർ മൈൻഡ് സെറ്റും എംപ്ലോയി മൈൻഡ് സെറ്റും ഒക്കെ ഉണ്ടാവട്ടെ. നല്ല രീതിയിൽ എല്ലാവർക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. So thank you everyone for listening me throughout the hours, and thank you for your kind cooperation and നിങ്ങൾ എന്നെ ഇത്ര നേരം കേട്ട് സഹിച്ചില്ലേ, അതിനൊക്കെ ഒരുപാട് നന്ദി. ആൻഡ്
thank you, BJI, for giving this opportunity once again. So I think if you have any queries, you can ask. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഡൗട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ടിസിപ്പൻസിന് വായിക്കാം. എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. Okay, thank you, sir, for this valuable session. Now, I invite Mr. Anandu A. Nair, Department Student Coordinator of IIC, Bishop Jerome Institute, to deliver the vote of thanks. Okay, good evening, everyone. It is my privilege to deliver the vote of thanks for day 2 of this workshop. First and foremost, I extend a heartfelt gratitude to Mr. Mohammed Sajin, today's distinguished speaker, for delivering an insightful and highly engaging section. Sir, your expertise, clarity of explanation, and practical perspectives have truly enriched our understanding and inspired every participant here. I would also like to express our sincere thanks to Dr. Anil A.R., Principal, Mr. Roy S., Dean Academics and IIC Council Coordinator, Mr. Neville Nelson, Ms. Tushara Raju, Program Coordinator, Ms. Adira Siddharthan, Head of Department of Civil Engineering, for enabling the smooth conduct of this event. Finally, a warm thanks to all faculty members, students, and participants for your active involvement over the past 2 days. Your enthusiasm and participation made this workshop truly meaningful and successful. Thank you all. Thank you.